2025 ജൂൺ മാസം 25-ാം തീയതി പ്രയർ ലൈൻ ഫാമിലിയുടെ ഉപവാസ പ്രാർത്ഥന നമ്മളെല്ലാ മാസത്തിന്റെയും അവസാന ബുധനാഴ്ചയാണ് നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ നടത്താറുള്ളത്. മറ്റെന്തെങ്കിലും അത്യാവശ്യമായ കാരണങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ ബുധനാഴ്ച തന്നെയാണ് നടത്തുന്നത്. ഈ ആഴ്ചയിൽ നമുക്ക് ഇപ്രകാരം കൂടി വരുവാൻ ദൈവം വന്ന നല്ല സാവകാശത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ദൈവത്തിന്മാർ, കർത്താവിന്റെ ശ്രേഷ്ഠ ദാസന്മാർ, അതുപോലെ യൂട്യൂബിൽ ദൈവികമായ ഈ മീറ്റിംഗ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ സമയം നമുക്ക് നൽകണം. കർത്താവിന്റെ പാതയുടെ ആയിരിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിച്ചാൽ നമുക്ക് ആശ്വാസവും സന്തോഷവും ഉണ്ടാകും. മനുഷ്യൻ സംസാരിച്ചാൽ തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം ഉള്ളത് പെട്ടെന്ന് ആശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ ദൈവത്തിന്റെ വചനം നിത്യമായതുകൊണ്ട് ദൈവം നൽകുന്ന സമാധാനം ശാശ്വതമാണ്, സന്തോഷമാണ്, അത് വിടുതലാണ്. നമ്മുടെ ഹൃദയം അല്ലാതെ ഭാരപ്പെടുമ്പോൾ, പതറിപ്പോകുമ്പോൾ നമ്മെ ഉറപ്പിച്ചു നിർത്തുന്നത് ദൈവത്തിന്റെ വചനത്തിലുള്ള വിശ്വാസമാണ്. അതൊരു നങ്കൂരം പോലെ ആടി ഉലയുന്ന ഒരു കപ്പൽ അതിനെ ഉറപ്പിക്കുന്ന നങ്കൂരം പോലെ ദൈവത്തിന്റെ വചനം നമ്മളെ ഉറപ്പിക്കുവാൻ ശക്തമാകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതുപോലെ ഞാൻ ഇന്ന് ഒരു വചനം വായിച്ച് ഒന്ന് രണ്ട് സന്ദർഭങ്ങളെ അതിനോടുള്ള ബന്ധത്തിൽ തുലനം ചെയ്ത് ചിന്തിച്ച് ഈ മീറ്റിംഗിലെ സന്ദേശം അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുന്നതിന് ശേഷമായി സാക്ഷികൾ പ്രസ്താവിക്കുവാൻ, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാൻ, ദേവദാസന്മാർക്ക് വചന സൂക്ഷിക്കായിട്ടുള്ള സമയങ്ങൾ, സൂക്ഷിപ്പാനുള്ള സമയങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സമയം 5 മണി വരെയാണ്. അത് യാതൊരു തടസ്സവും കൂടാതെ നടത്തപ്പെടുവാൻ വേണ്ടി സഹായിക്കട്ടെ. ദൈവകരങ്ങളിൽ ഒരിക്കൽ കൂടി സമർപ്പിച്ച് ഈ മീറ്റിംഗിൽ ഒരു വചനം വായിച്ച് ചില ചിന്തകളെ ധ്യാനിക്കാൻ താല്പര്യപ്പെടുന്നു. 37-ാം സങ്കീർത്തനം അതിന്റെ അവസാന വാക്യമാണ് എന്ന് ദൈവാത്മാവ് നമ്മോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. 40-ാം വാക്യം ഞാൻ വായിക്കുന്ന പ്രകാരം രേഖപ്പെടുത്തി: യഹോവ അവരെ സഹായിച്ചു ജീവിക്കുന്നു, അവർ അവനിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ അവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടിവിച്ച് രക്ഷിക്കും. സങ്കീർത്തനങ്ങൾ ആശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ഒക്കെ നമ്മൾ വേഗത്തിൽ വളരെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടേക്ക് വരുമ്പോൾ ഒരു സങ്കീർത്തനം എടുത്ത് വായിച്ചാൽ നമുക്ക് വളരെ സന്തോഷം തോന്നും. അത് ഒരു പാട്ടിന്റെ രീതിയിൽ, മനസ്സാകാവുന്ന രീതിയിൽ സാധാരണ ഒരു മനുഷ്യ ജീവിതത്തിൽ അനുഭവിക്കുന്ന വിഷയങ്ങളെ എൻ്റെ മനസ്സിനെ ബലപ്പെടുത്തുവാൻ, ശക്തീകരിക്കാൻ വേണ്ടി ദൈവത്തിന്റെ ദാസന്മാരാൽ കുറിക്കപ്പെട്ടിരിക്കുന്ന വേദപുസ്തക ഭാഗമാണ് സങ്കീർത്തനം. സങ്കീർത്തന പുസ്തകങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഭാഗമാണ്. അതേക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അതിന്റെ ആമുഖത്തിലേക്ക് ഒന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹോവ അവരെ സഹായിച്ചു വിടുവിക്കുന്നു. വിടുതൽ വേണമെങ്കിൽ ദൈവത്തിന്റെ സഹായം ആവശ്യമാണ്. നമ്മൾ ഹെൽപ്പിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യും, ദൈവമേ എന്നെ സഹായിക്കണം. നമുക്കറിയാം, ഒരു പ്ലെയിനൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ പ്രാഞ്ചിലുണ്ടായ സമയത്ത് പൈലറ്റ് അവസാനം മേയുടെ എന്നൊക്കെയുള്ള 3 പ്രാവശ്യം താൻ സഹായത്തിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തു. താൻ റിക്വസ്റ്റ് ചെയ്തത് എയർ ട്രാഫിക് കൺട്രോളിലേക്കാണ് താൻ റിക്വസ്റ്റ് ചെയ്തത്. ഞാൻ ദുരന്തത്തിൽ അകപ്പെടുന്നു, ഞങ്ങളെ രക്ഷിക്കണം എന്നുള്ളതാണ് സന്ദേശം. ഒരു വ്യക്തി അപായത്തിലേക്ക് അകപ്പെടുമ്പോൾ അവസാനം രക്ഷയ്ക്കായിട്ട് നിലവിളിക്കും. ഇവിടുത്തെ നിയമം അനുസരിച്ച് ട്രെയിനൊക്കെ ഓടിക്കുന്ന യാത്ര ചെയ്യുന്നവരുടെ അവസാനം ആ ക്യാപ്റ്റന്റെ, അദ്ദേഹത്തിന്റെ സന്ദേശമാണ് നമ്മൾ കേട്ടത്, രക്ഷിക്കണമെന്നുള്ള സന്ദേശം കൈമാറി. അതുപോലെ ഷിപ്പിൽ യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ള പല സ്ഥലങ്ങളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ രക്ഷയ്ക്ക് വേണ്ടി മെസ്സേജുകൾ അയക്കാറുണ്ട്. അതുപോലെ എപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം ഇവിടെ സഹായത്തിന് വേണ്ടി, നമ്മെ വിടുവിക്കാൻ വേണ്ടി കഴിവുള്ളവരോട് നാം യാചിക്കുക. അതാണ് നമ്മുടെ പ്രാർത്ഥന എന്നുള്ളത്. നമ്മുടെ പ്രാർത്ഥനയുടെ ഉദ്ദേശം അതാണ്. കർത്താവേ, എന്നെ രക്ഷിക്കണമേ, എന്നെ വിടുവിക്കണം, എൻ്റെ പ്രിയപ്പെട്ടവരെ വിടുവിക്കണമേ. നമ്മൾ ദൈവത്തോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നമ്മൾ സന്ദേശം അയക്കുകയാണ്. അതാണ് പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളതാണ് ചെയ്യുന്നത്. കർത്താവേ, ഞാനിപ്പോൾ ഇന്ന പ്രതിസന്ധിയിലായിരിക്കുന്നു, ഇന്ന വിഷയത്തിലായിരിക്കുന്നു, എന്നോട് കരുണ തോന്നണമേ എന്ന് നാം എന്ത് ചെയ്യുന്നു. സാധാരണ രീതിയിലുള്ള മെസ്സേജുകൾ ഉണ്ട്, അത് സാധാരണ പ്രാർത്ഥനയാണ്. എന്നാൽ ഞാൻ പറഞ്ഞത് എയർ ട്രാഫിക് കൺട്രോളുമായിട്ട് പൈലറ്റ്സ്, ക്യാപ്റ്റൻ, അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങൾ അത് ഇടപെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അത് ഒരു നിലവിളിയായി സഹായത്തിന് വേണ്ടി അപേക്ഷിക്കുന്നതും സാധാരണ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ സാധാരണ രാവിലെയും വൈകിട്ടൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന നമ്മുടെ നോർമൽ പ്രാർത്ഥനയാണ്. അത് ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്ന, കർത്താവേ നന്ദി എന്ന് പറയുന്നത്. എന്നാൽ
ചില പ്രത്യേക സന്ദർഭങ്ങൾ വരുമ്പോഴാണ് നമ്മൾ സഹായത്തിന് വേണ്ടി നമ്മൾ ദൈവത്തോട് നിന്ന് അപേക്ഷിക്കുന്നു, നിലവിളിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നതിനെയാണ്, നിലവിളിയോടെ പ്രാർത്ഥിക്കുന്നതിനാണ് സഹായ പ്രാർത്ഥന. നമുക്ക് സഹായിച്ചേ പറ്റുള്ളൂ, മറ്റൊരു വഴിയില്ല. ആ സന്ദർഭത്തിലാണ് നമ്മൾ അത്തരം പ്രാർത്ഥന നടത്തുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? നമുക്കറിയാം, നിലത്ത് കമന്ന് വീണ് കിടന്ന് നമ്മൾ പ്രാർത്ഥിക്കും. വല്ലാതെ ഭാരപ്പെട്ട് കഴിയുമ്പോൾ, വേദനപ്പെട്ട് കഴിയുമ്പോൾ നിലത്ത് വീണ് കിടന്ന് പ്രാർത്ഥിക്കും, മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കും, കൈകൾ ഉയർത്തിക്കുന്നതിന് പ്രാർത്ഥിക്കും, മാറത്തെടുത്ത് പ്രാർത്ഥിക്കും. അങ്ങനെ വിവിധ നിലവാരങ്ങളിൽ നമ്മുടെ സങ്കടങ്ങളെ സഹായത്തിന് വേണ്ടി നാം അറിയിക്കാറുണ്ട്. അത്തരം ഒരു സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്: യഹോവ അവരെ സഹായിച്ചു വിടുവിക്കുന്നു, അവനിൽ ആശ്രയിക്കുകൊണ്ട് അവനവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കും. ഇതാണ് ഈ സന്ദേശം എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്താണ് അതിന്റെ പശ്ചാത്തലം എന്നൊക്കെ നമുക്കറിയാം. ദാവീദിന്റെ ജീവിതത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതം ഇത്രമാത്രം പാട്ട് എഴുതുവാനുള്ള സന്ദർഭം ഉണ്ടാകാൻ കാരണം അത്രമാത്രം കഷ്ടം സഹിച്ചതുകൊണ്ടാണ്. താൻ കഷ്ടം സഹിച്ചപ്പോൾ അനുഭവിച്ച വ്യതകളെല്ലാം കൂടി പാട്ടെഴുതിയപ്പോൾ നാം സന്തോഷിക്കാൻ വേണ്ടി പാടുന്നു. വിടുതലിന്റെ പാട്ടുകളായി നാം പാടുന്നു. ഒരുവൻ കഷ്ടം സഹിച്ചപ്പോഴാണ് അവൻ ഈ പാട്ടെഴുതിയത്. അവന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. എന്നാൽ അത് നമുക്കിന്ന് വിടുതലിന്റെ പാട്ടുകളായി പാടുമ്പോൾ താൻ അനുഭവിച്ച ആ പശ്ചാത്തലത്തിൽ നിന്ന് എഴുതിയ ആ ഗാനങ്ങളാണ് നാം പാട്ടുകളായി നാം ആവർത്തിച്ച് പാടാറുള്ളത്. ഇവിടെ ദാവീദിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവൻ രാജാവായിരുന്നു. ചെറിയ ഒരു പ്രായത്തിൽ തന്നെ ദൈവത്താൽ വിളിക്കപ്പെട്ടവനായി, വേദനിക്കപ്പെട്ടവനായി ഒക്കെ നമുക്കറിയാം. പക്ഷേ താൻ എത്രമാത്രം കഷ്ടം സഹിച്ചു എന്നുള്ളതും തൻ്റെ ജീവിതത്തിൽ ചരിത്രം എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ദൈവത്തിലേക്ക് വരുമ്പോൾ, അഭിഷേകത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിനോട് ആശ്രയം വെച്ചുകൊണ്ട് ദൈവത്തോട് സഹായം ചോദിക്കുമ്പോൾ ഇവിടുത്തെ പൈശാചിക ശക്തികൾക്ക് അത് ഇഷ്ടമല്ല. അവൻ ആവശ്യം, അവന്റെ ആഗ്രഹം ദൈവമക്കൾ എന്ന് പറയപ്പെടുന്നവർ ദൈവത്തിൽ ആശ്രയിക്കുന്നു, എന്നാൽ അവരുടെ ആശ്രയം എത്രമാത്രം മുമ്പോട്ട് പോകും എന്നുള്ളതാണ് അവൻ വെല്ലുവിളി ഉയർത്തുന്നത്. ഇന്ന് പകൽ സമയം പ്രിയപ്പെട്ടവർ, നമുക്ക് എന്താ പോരാട്ടമുള്ളത്? നാം ആശ്രയിക്കുന്നത് ദൈവത്തോട്, നാം നിത്യനായിരിക്കും ദൈവത്തോട് നാം ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, നീയാണ് എന്റെ സഹായം, നീ എന്നെ വിടിവിക്കണം, നീ ഒഴികെ എനിക്ക് മറ്റൊരു ആശ്രയമില്ല, നീയാണ് എന്റെ പാറ, ദൈവമാണ്, യേശുവാണ് എന്റെ സഹായകനൊക്കെ നമ്മൾ പറയുമ്പോൾ അത് എത്രമാത്രം അത് പ്രാവർത്തികമാകും എന്നുള്ളത് നോക്കാൻ വേണ്ടിയാണ് ശത്രു നമുക്കെതിരെ പലപ്പോഴും പോരാട്ടം കഴിച്ചുകൂടുന്നത്. എന്നാൽ ഇന്ന് പകൽ സമയം നമുക്ക് ഒരുമിച്ച് പറയാം, അതായത് നമ്മുടെ കർത്താവ് അറിയാതെ നമ്മുടെ തലയിൽ നിന്ന് ഒരു മുടി പോലും താഴെ വീഴുകയില്ല. അത്രമാത്രം വിചാരമുള്ളവനാണ് നമ്മുടെ കർത്താവ്. നമ്മളെക്കുറിച്ച് വിചാരപ്പെടുന്ന, അവന്റെ മക്കളാക്കി തീർത്തെങ്കിൽ നമ്മൾ പിന്നെന്തിനാണ് വിചാരപ്പെടുന്നത്? അതുകൊണ്ട് എല്ലാ ഭാരങ്ങളും മാറി സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം ദൈവമക്കൾ. നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കുകയും പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പിന്നീട് മുഖം വാടി പോകുവാൻ ഇടയാകാതെ ദൈവസന്നിധിയിൽ വിടുതൽ പ്രാപിച്ച് ദൈവം അഭിഷേകം ഏറ്റെടുത്തതിനെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതുപോലെ ദൈവത്തെ ഓർപ്പിക്കുകയും നമ്മൾ ചെയ്യണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ വേഗത്തിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. അപ്പം അവൻ അവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ ബഹുവചനത്തെ പറയുന്നത് അവൻ അവരെ, ദൈവം അവരെ എന്ന് പറഞ്ഞാൽ തന്നിൽ ആശ്രയിക്കുന്നവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കുന്നു. അത് പൊതുവായിട്ട് രേഖപ്പെടുത്തുക. തന്റെ ഏക വചനത്തിൽ താൻ മാത്രമല്ല രക്ഷിക്കപ്പെട്ടത്, താൻ മാത്രമല്ല രക്ഷപ്പെടുന്നത്, അവനിൽ ആശ്രയിക്കുന്ന എല്ലാവരും അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നു എന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 14 വാക്യം വായിക്കുമ്പോൾ അത് നമുക്കത് കാണാൻ സാധിക്കും. എന്നാൽ 20-ാം വാക്യം വായിക്കുമ്പോൾ അത് വീണ്ടും ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ട അടുത്ത പ്രശ്നം ഉടനെ തന്നെ ഉയർന്നു വരുന്നതിനെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വിടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അന്ന് തന്നെ അടുത്ത ഒരു വിഷയം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരികയാണ്. അതിന്റെ 14, 23-ന്റെ 14, 23-ന്റെ 30 വാക്യങ്ങൾ വായിച്ച് ഞാൻ അതേക്കുറിച്ച് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് സംസാരിക്കാൻ താല്പര്യം. ദാവീദ് മരുഭൂമിയിലെ ദുർഗങ്ങളിൽ താമസിച്ചു, സീബ് മരുഭൂമിയിലെ മലനാട്ടിൽ പാർത്തു. ഇക്കാലത്തൊക്കെയും ശൗൽ അവനെ തെരഞ്ഞുകൊണ്ടിരുന്നു, എങ്കിലും ദൈവം അവനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. 20-ാമത്തെ വാക്യം: ആകയാൽ രാജാവെ, തിരുമനസ്സിലെ ആഗ്രഹം പോലെ വന്നു കൊള്ളണം, അവനെ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ദൈവം ഏൽപ്പിച്ചു കൊടുക്കാത്ത ദാവീദിനെ ഞങ്ങൾ അവനെ
നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും, ഞങ്ങളത് ഏറ്റിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ. ഇസ്രായേൽ രാജാവ് പരാജയപ്പെട്ടു പോയി. കാരണം ദൈവം ഏൽപ്പിച്ചു കൊടുക്കുകയില്ല എന്ന് തീരുമാനിച്ച ശൗൽ എത്ര നോക്കിയാലും അവനെ കൈപ്പിടിക്കാൻ കഴിയും. ഇന്ന് പകൽ സമയവും നമ്മുടെ രാജാതിരാജാവായിരിക്കുന്ന കർത്താവ് നമ്മെ സംരക്ഷിക്കുന്നതുകൊണ്ട് ദുഷ്ടന് നമ്മളെ പിടിക്കാൻ കഴിയത്തില്ല. അവൻ അതിൻ്റെതായിട്ടുള്ള മാർഗങ്ങൾ ആലോചിക്കും. ഏത് വിധത്തിലും ഒരു അഭിഷിക്തനെ, അവന്റെ കുടുംബത്തെ, അവന്റെ തലമുറയൊക്കെ പിടിച്ചൊതുക്കാൻ വേണ്ടി ശത്രു പരിശ്രമിക്കും. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ വചനപ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നത്, ശത്രു എത്ര മല്ല് കെട്ടിയാലും എത്ര ശക്തിയുള്ളതാണെങ്കിലും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. അവൻ കൊണ്ടുവരുന്ന പദ്ധതികളെ പൊളിച്ചു കളയുവാൻ, അതിനെ മാറ്റിവിടുവാൻ കഴിവുള്ളവനാണ് നാം ആശ്രയിക്കുന്ന നമ്മുടെ ദൈവം. അവൻ അസാധ്യങ്ങളുടെ, അവൻ സകലത്തെ സാധ്യമാക്കുന്ന ദൈവം. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ളത് നമുക്ക് ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലം എടുക്കണമെങ്കിൽ അതിന് മുമ്പോട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. എന്നാൽ അതിന്റെ മുഴുവൻ ഭാഗത്തേക്ക് ഞാൻ പോകാണ്ട് ആഗ്രഹിക്കുന്നില്ല. എവിടെ തുടങ്ങി എന്നുള്ളത് നമുക്കറിയാം. തന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ ഓട്ടം മാത്രമായി താൻ സ്വർഗത്തിലേക്ക് ഓടിപ്പോകുന്ന സന്ദർഭത്തിലാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത് 23-ാം അധ്യായത്തേക്ക് വരുമ്പോൾ അതിന്റെ പ്രാരംഭഭാഗത്ത് ചില സന്ദേശം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അനന്തരം ഫെലിസ്ത്യർ കെയിലയുടെ നേരെ യുദ്ധം ചെയ്യുന്നു എന്നും അവർ കളങ്ങളിൽ കവർച്ച ചെയ്യുന്നുവെന്നും ദാവീദിന് അറിവ് കിട്ടി. ദാവീദ് യഹോവയോട്, ഞാൻ ഈ ഫെലിസ്ത്യരുടെ ചെന്ന് തോൽപ്പിക്കണമോ എന്ന് ചോദിച്ചു. യഹോവ ദാവീദിനോട്, ചെന്ന് ഫെലിസ്ത്യരെ തോൽപ്പിച്ച് കെയിലയെ രക്ഷിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചു. എന്നാൽ ദാവീദിന്റെ ആളുകൾ അവനോട്, നാം ഇവിടെ യഹൂദയായി തന്നെ ഭയപ്പെട്ടു പാർക്കുന്നുവല്ലോ, പിന്നെ കെയിലയിൽ ഫെലിസ്ത്യരുടെ സൈന്യത്തിന് നേരെ എങ്ങനെ ചെല്ലും എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ കെയിലയിൽ താമസിക്കുന്ന സമയത്ത് ഫെലിസ്ത്യർ യുദ്ധത്തിന് വേണ്ടി വന്ന അവരെ കവർച്ച ചെയ്യുന്ന സമയത്ത് താൻ അവിടെ ഉള്ളത് കൊണ്ട് ആ ദേശം വിടുതൽ പ്രാപിക്കണമെന്ന് ദാവീദിന് ആഗ്രഹമുണ്ട്. ഒരു അഭിഷിക്തനായിരിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും ഒരു പ്രതിസന്ധി ഒരു ദേശത്തുണ്ടാകുമ്പോൾ അവിടുന്ന് അവൻ രക്ഷപ്പെട്ടു പോകില്ല, അതിനെ രക്ഷിക്കാൻ വേണ്ടി നോക്കും. അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വേണമെങ്കിൽ ഫെലിസ്ത്യർ യുദ്ധം ചെയ്യുമ്പോൾ കെയിലയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ദാവീദിന് മാറിപ്പോകാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ അവന്റെ മനസ്സാക്ഷി, അവന്റെ പരമാർത്ഥതയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ കെയിലയിൽ നിന്ന് വേണമെങ്കിൽ അവിടുന്ന് അവന് മാറിപ്പോകാം. അവർ ചെയ്തോട്ട്, ഞാൻ എന്തിനായിട്ട് ഇടപെടുന്നു പറഞ്ഞ് അവന് വേണം മാറിപ്പോകാം. എന്നാൽ ദാവീദ് ദൈവത്തോട് ചോദിച്ചു, അവൻ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണമെങ്കിൽ മാറിപ്പോകാവുന്ന പല കാര്യങ്ങളുമുണ്ട്. എല്ലാവരുടെയും വിഷയമെടുത്ത് പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നില്ല. അങ്ങനെ നാം ഇടിവ് നിൽക്കണമെന്നും ഇല്ല. അങ്ങനെയൊന്നും അവന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഇല്ല. പക്ഷേ ദാവീദ് ഇവിടെ ആവശ്യമില്ലാത്തൊരു കാര്യത്തിൽ ഏർപ്പെടുകയാണോ എന്ന് നമുക്ക് ചിന്തിച്ചു പോകും. അവരോട് കൂടെ താമസിച്ചു വിചാരിച്ചു, അങ്ങനെയാണ് വിചാരിച്ചത്. അവർ വിചാരിച്ചു ഇവിടെ തന്നെ ഭയപ്പെട്ടാ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ താമസിക്കുന്ന ഇടയ്ക്ക് ഈ കെയിലയിൽ വരുന്ന വിഷയത്തിന് വേണ്ടി നമ്മൾ എന്തിനാ പോയി യുദ്ധം ചെയ്യുന്നത് എന്നാണ് കൂടെയുള്ളവർ ചോദിച്ചത്. അവര് ആരൊക്കെയാണെന്നുള്ളത് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്. അവര് അങ്ങനെ വളരെ കാരണമാണത്. ഈ യഹൂദയിൽ താമസിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടത് ദൈവമാണ് അയക്കുന്നെങ്കിൽ അതിന്റെ പിന്നീട് അവൻ സംസാരിക്കും, നമ്മളോട് ഇടപെടും. നമ്മൾ ചോദിക്കും, അന്ന് സംസാരിച്ച ദൈവം എന്താ ഇന്ന് നമ്മളോട് സംസാരിക്കാത്തതല്ലേ? നമുക്ക് അങ്ങനെ സംശയം ചോദിക്കും. കർത്താവേ, ദാവീദ് ചോദിച്ചപ്പോൾ ദാവീദിനോട് നീ സംസാരിച്ചല്ലോ, ദാനിയേലിനോട് നീ സംസാരിച്ചല്ലോ, ജോസഫിനോട് സംസാരിച്ചല്ലോ. അങ്ങനെ ഭക്തന്മാരൊക്കെ ചോദിച്ച സമയത്ത് അവരവിടെ എല്ലാം അന്നേരം കർത്താവ് അവരോട് ഉത്തരം വന്ന് അവർക്ക് വേണ്ടതായ ആലോചന പറഞ്ഞു കൊടുത്തല്ലോ, നീ അവരോട് സംസാരിച്ചല്ലോ. ഇപ്പോൾ പുതിയ നിയമത്തിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങളോട് അങ്ങനെ സംസാരിക്കാത്തതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ആരും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ന്യായമായൊരു ചോദ്യമല്ലേ? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കർത്താവ് അന്ന് അവർ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അവർക്ക് അതിന് ദൈവം മറുപടി കൊടുക്കാൻ വേണ്ടി അടുത്ത് വന്നെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മോട് എന്താ ദൈവാത്മാവിനെ സംസാരിക്കാത്തത്, ഇടപെടാത്തതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ അങ്ങനെ ചിന്ത കാണത്തില്ലായിരിക്കും. എന്താണ് അതിന്റെ കാരണമെന്നുകൂടി ഞാൻ പറയാം. അന്ന് അവര് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം അവരോട് ദൂതൻ മുഖാന്തരമോ പ്രവാചകൻ മുഖാന്തരമോ ആരുടെങ്കിലും മുഖാന്തരമായിട്ട്
അന്നേരം തന്നെ ദൈവം എന്ത് അവരോട് ഇടപെടുമായിരുന്നു, അവരോട് സംസാരിക്കുമായിരുന്നു, അവർക്ക് മറുപടി കൊടുക്കുമായിരുന്നു. അപ്പോൾ അതങ്ങനെ കൊടുക്കാൻ കാരണം ഇപ്പോൾ എന്താ കിട്ടാത്തത്, എന്തുകൊണ്ട് അങ്ങനെ കിട്ടാത്തതെന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം മറ്റൊന്നുമല്ല. അന്ന് ഈ വചനങ്ങൾ എഴുതപ്പെട്ടിട്ടില്ല, സങ്കീർത്തനം എഴുതിയിട്ടില്ല, ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടില്ല. അപ്പോൾ അവർ മുഖാന്തരമാണ് ഇത് എഴുതപ്പെടുവാൻ ഇടയാക്കുന്നത്. അതുകൊണ്ടാണ് ദൈവരോട് സംസാരിച്ചത്. പക്ഷെ ഇന്ന് ദൈവം നമ്മൾ അങ്ങനെ ഇടപെടേണ്ട ആവശ്യമില്ല. ഇന്ന് ഈ പുസ്തകം എടുത്ത് വായിച്ചാൽ മതി എന്ന് നമ്മളോട് ദൈവം സംസാരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് ദാവീദോട് സംസാരിച്ച് ഞാൻ ചോദിച്ചത്, കർത്താവ് എന്തുകൊണ്ടാണ് എന്നോട് സംസാരിക്കാത്തത്, നേരിട്ട് സംസാരിക്കാത്തത്? പക്ഷെ എനിക്ക് ദൈവം മനസ്സിലാക്കി തന്നു, അവരോട് സംസാരിച്ച് വിഷയം നിന്നോട് സംസാരിക്കാനുള്ളൂ. പക്ഷേ ഇന്ന് സംസാരിക്കേണ്ട ആവശ്യമില്ല. ദൈവം ഒരിക്കൽ അള്ളി ചെയ്തു. ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്ന പറയുന്നത്. അത് പറഞ്ഞാൽ ദൈവം അള്ളി ചെയ്തിരിക്കുന്നതാണ് ഈ പുസ്തകം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ദാസന്മാരുടെ ദൈവത്തോട് സംസാരിച്ചു. അവർ വിവിധ വിഷയങ്ങളായിരുന്നപ്പോൾ ഭാവിയുള്ള ബന്ധത്തിൽ, വർത്തമാനകാലത്തോളം ബന്ധത്തിൽ, ഭൂതകാലത്തോളം ബന്ധത്തിൽ ദൈവം സംസാരിച്ചതാണ്. അതുകൊണ്ടാണ് നമ്മളോടൊന്നും ദൈവം അപ്പോഴപ്പോൾ അന്നേരം തന്നെ ദൈവം സംസാരിക്കാറുണ്ട്. എന്നാൽ ദൈവം നമ്മളോട് നേരിട്ട് സംസാരിക്കുന്നില്ലെങ്കിലും നമ്മളോട് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവവചനം വായിക്കണമെന്ന് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കൂട്ടായ്മയിലൊക്കെ ദൈവം എടുത്ത് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവം നമ്മൾ സംസാരിക്കുന്ന. അപ്പോൾ അന്ന് അവരോട് നേരിട്ട് ദൈവം സംസാരിച്ചു, അന്ന് ഇത് എഴുതപ്പെട്ടിട്ടില്ല. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഉപവസിക്കുമ്പോഴൊക്കെ ദൈവം ധ്യാനിക്കുന്നത് ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ്, മനസ്സിലായി വിചാരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ആർക്കിനോട് മാറിപ്പോകണം. ഞാൻ എന്റെ സംശയം ഉണ്ടായിരുന്നു, ഞാനത് നിങ്ങളോട് പങ്കുവയ്ക്കുക ചെയ്തത്. ഞാൻ വിചാരിച്ചു, ദൈവം നീ അന്ന് ദാവീദിനോട് ഇടപെട്ടല്ലോ, അതുപോലെ ദാനിയേലിനോട് പറഞ്ഞല്ലോ, അവരൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളോട് നേരിട്ട് ഇടപെട്ടിട്ടുണ്ടല്ലോ, സംസാരിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ ഇന്ന് ഞങ്ങളോട് എന്തുകൊണ്ട് അങ്ങനെ നേരിട്ട് സംസാരിക്കരുത് ചോദിക്കുമ്പോൾ എന്റെ കാരണം ഇതാണ്. പരിശുദ്ധാത്മാവിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം എടുത്ത് വായിക്കുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അത് ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിന് അതുകൊണ്ടാണ് അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ദൈവം സംസാരിക്കാതെ കളക്റ്റീവായിട്ട് എല്ലാവരോടും ദൈവം സംസാരിക്കാതെ. നമ്മൾ ഒറ്റയ്ക്ക് വായിക്കുമ്പോഴും ഇപ്പം മനസ്സിലായല്ലോ, ദൈവ വായന ഉപദേശം മനസ്സിലായാലും എന്തിനു വേണ്ടിയാണെന്നുള്ളത് ഭാരപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട പുസ്തകം ബൈബിളാണ്, ദൈവവചനമാണ്. ഏത് വ്യക്തി ലോകത്തിൽ അവൻ നിരാശപ്പെട്ടിരിക്കുമ്പോൾ, ഭാരപ്പെട്ടിരിക്കുമ്പോൾ, അവന്റെ മനസ്സ് തകരുമ്പോൾ അവൻ കരങ്ങളിൽ തിരുവചനമേന്തിയാൽ അവൻ പരാജയപ്പെട്ടു പോകത്തില്ല. അവന്റെ കണ്ണുകൾ ദൈവവചനം വായിച്ചാൽ ഒരിക്കലും അവൻ പരാജയപ്പെട്ടു പോകത്തില്ല. കാരണം ആ പുസ്തകത്തിലൂടെ, ആ വചനത്തിലൂടെ അവരോട് സംസാരിക്കാനാണ് ദൈവത്തിന്റെ തിരുവ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രയാസഘട്ടങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ, വിഷമഘട്ടങ്ങളിൽ നാം ദൈവവചനം എടുത്ത് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, ദൈവത്തിൽ ആശ്രയിച്ചു കഴിയുമ്പോൾ നമുക്ക് ആശ്വാസം വിടുതലുണ്ടാകുവാൻ ഇടയായിത്തീരും. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് എത്ര സംസാരിച്ചാലും വചനം തീരാത്തത്, എത്ര പ്രസംഗിച്ചാലും തീരാത്തത്, ഏതെല്ലാം മീറ്റിങ്ങിൽ എവിടെയെല്ലാം ഉണ്ടെങ്കിലും ദൈവം സംസാരിച്ചാൽ തീരാത്തതിന്റെ കാരണം അതാണ്. ഇത് കരങ്ങളിലേന്തുമ്പോൾ തന്നെ നാം ആ വാളെടുക്കുകയാണ്. ദൈവവചനമാകുന്ന വാൾ കരങ്ങളിലെടുക്കുമ്പോൾ 2 രീതിയിലാണ് ഇതിനെ ഇടപെടുന്നത്. ഒന്ന്, ഇരുവായിട്ടുള്ള വാളായിട്ട് നാം അതിനെ എടുക്കുമ്പോൾ നാം ധ്യാനിച്ച് നമ്മളെ തന്നെ ശുദ്ധീകരിക്കുവാൻ, ദൈവസഭയെ മറ്റുള്ളവരെ മാനസാന്തരം നയിക്കാൻ വേണ്ടിയാണ് ഇരുവായിട്ടുള്ള വചനം നാം ഉപയോഗിക്കുന്നത്. എന്നാൽ അതേ വചനം തന്നെ ദൈവവചനം വാളാണ്. അത് ശത്രുവിനെതിരെ പോരാടാനുള്ള ആയുധമാണ്. ദൈവവചനമാകുന്ന വാളെടുത്ത് ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ദിവസങ്ങളിൽ പ്രതികൂലങ്ങൾ മാറിപ്പോകും. നാം ഫേസ് ചെയ്യുന്ന, നാം അഭിമുഖീകരിക്കുന്ന ഏത് വിഷയത്തെയും ദൈവവചനത്തിന്റെ ദൈവവചനത്തിന്റെ വാളിനാൽ ദിവസങ്ങളിൽ വെട്ടുന്നെങ്കിൽ അത് ദുഷ്ടന്റെ സകല പദ്ധതികളെ, അവന്റെ സകല തന്ത്രങ്ങളെ ഇല്ലാതാക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം വാളുപോലെ ഉപയോഗിക്കാൻ കഴിയും. അത് ദുഷ്ടനെ നിഗ്രഹിക്കാൻ കഴിയും. ഇപ്പൊ ഉപവാസ പ്രാർത്ഥനകളൊക്കെ നാം അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവവചനത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, എന്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ, അവരുടെ കയ്യിൽ അകപ്പെടാതെ എന്നെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മളെ വിടുവിക്കും. കർത്താവിന്റെ വചനമാണ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സംരക്ഷണവും വിടുതലും ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ദാവീദ് ഓടിപ്പോയിട്ട് അതുല്ലാങ്കുകയിൽ താമസിച്ച് കഴിയുമ്പോൾ കർത്താവ് പറഞ്ഞു, നീ നിന്റെ അപ്പനെ അമ്മയ്ക്ക് കൂടെ നിർത്തിക്കോ, നിന്റെ കൂടെ വന്നിരിക്കുന്ന 400 പേരുണ്ട്. കാരണം ഇത് മറ്റൊരു പ്രാർത്ഥനയുടെ മറുപടിയാണ് ദൈവന് കൊടുക്കുന്നത്. എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് താൻ വിലപിച്ചിരിക്കുന്ന സമയത്താണ് ദൈവം അവന്റെ അനാഥത്വം മാറ്റി അവന് ആൾക്കാരെ കൂടെ കൊടുക്കുവാൻ ഇടയാക്കുന്നത്. അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് സങ്കീർത്തനത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവന് ആരുമില്ല, ഒറ്റപ്പെട്ടു പോയി എന്നുള്ള രീതിയിൽ അവൻ ഇരിക്കുന്ന സമയത്താണ് അവന്റെ അടുക്കിലേക്ക് ദൈവം 400 പേരെ കൊണ്ടുവന്നു. പക്ഷെ അവർ വന്നവരൊക്കെയും കടമുള്ളവരും ഞെരുക്കമുള്ളവരും സന്തോഷമില്ലാത്തവരും ഒക്കെ അങ്ങനെ വന്നെങ്കിലും
അവനോടുകൂടെ ഏകദേശം 400 പേർ ഉണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ ഇതിന് മുമ്പിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നത് ദാവീദ് ഒറ്റയ്ക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, ഒറ്റയ്ക്ക് അവൻ പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കേട്ടി നീതിമാന്മാർ അവന്റെ ചുറ്റും വന്നു കൂടും എന്നുള്ള വചനപ്രകാരം അവന് ചുറ്റുമായി ആൾക്കാർ വന്നു കൂടുവാനിടയാത്ത 142 സങ്കീർത്തന പറയുന്നത്. 142 സങ്കീർത്തന പറയുന്നത് ഈ സങ്കീർത്തനം രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ ഭാഗം കൂടി നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. 142 സങ്കീർത്തനമാണ് അതിനോട് ബന്ധത്തിരിക്കുന്നത്. ഇതിന്റെ ഞാൻ യഹോവയുടെ ഉറക്കം വിളിച്ചു, ഞാൻ ഉച്ചത്തിൽ യഹോവയെ യാചിക്കുന്നു, അവന്റെ സന്നിധി ഞാൻ എന്റെ സങ്കടം പകരുന്നു, എന്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. അവൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുക, ഗുഹയിൽ നിന്ന് ഒറ്റയ്ക്ക് ഓടി നടന്ന് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക. എന്നാൽ പ്രാർത്ഥനയുടെ അവസാനം അവൻ പറഞ്ഞു, ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടത് എന്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ, നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കാൻ നീതിമാന്മാർ എന്റെ ചുറ്റും വന്നുകൂടും. ആദ്യം ഒറ്റയ്ക്ക് നിലവിളിക്കുക, ആരുമില്ലല്ലോ എന്ന് ഒറ്റപ്പെട്ടവനായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. എന്നാൽ ഈ സങ്കീർത്തനം അവസാനിപ്പിച്ചപ്പോൾ പറയാം, നീതിമാന്മാർ എന്റെ ചുറ്റും വന്ന് കൂടും. എന്റെ 22 സങ്കീർത്തനം നോക്കുമ്പോൾ ഏകനായി ഓടിപ്പോകുന്ന ദാവീദിന് ആരുമില്ലാത്തവനായി തീർന്നവൻ. അങ്ങനെ ദാവീദ് അതുല്ലാം ഗുഹയിൽ കടന്ന് അവിടെ അവൻ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നീതിമാന്മാരായിരിക്കുന്നവരവന്റെ ചുറ്റും കൊണ്ടുവന്നു. അവർക്ക് ഒരുമിച്ച് പാടുവാൻ, സ്തോത്രം ചെയ്യുവാൻ അവരെ അവിടെ അടുക്കൽ കൊണ്ടുവന്നെന്ന്, നീ എന്റെ പ്രാണനെ കാരാഗ്രഹത്തിന് പുറപ്പെടുവിക്കണമേ, നിന്നോട് ഉപകാരം ചെയ്തിരിക്കാൻ നീതിമാന്മാർ എന്റെ ചുറ്റും വന്നു കൂടും. ഈ സങ്കീർത്തനം എഴുതി തുടങ്ങിയപ്പോൾ ഒറ്റയ്ക്കായിരുന്നു. എന്നാൽ ഈ സങ്കീർത്തനം പാടി അദ്ദേഹം കണ്ണു തുറന്ന് ഗുഹയ്ക്ക് ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അവിടെ നിൽക്കുന്നു 400 പേര്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് ശക്തിയുള്ളതാണ്, നിലവിളിക്ക് ശക്തിയുള്ളതാണ്. നീ ഗർത്തത്തിലിരുന്ന് നീ ഗുഹയ്ക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഒറ്റപ്പെട്ടവനായി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ചുറ്റും നീതിമാന്മാരെ കൂട്ടിവരുത്തുവാൻ, നീ ഒറ്റപ്പെട്ടവനായി തീരാതിരിക്കാൻ വേണ്ടി, നിന്നോടുകൂടി ആരാധിക്കാൻ വേണ്ടി ചിലരെ ദൈവം കൂട്ടിവരുത്തുന്നു. അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഗുഹയിലേക്ക് ഓടിപ്പോയി അവന്റെ സഹോദരന്മാരും അവന്റെ ഭവനമൊക്കെയും അത് കേട്ട് അവന്റെ അടുക്കൽ ചെന്നു എന്ന് പറഞ്ഞാൽ അവന്റെ അടുക്കലോട്ട് ചെല്ലുകയാണ് ചെയ്തത്. നീതിമാന്മാരായിട്ടുള്ളവരെ അവന്റെ അടുക്കിലേക്ക് അയച്ചു. ഒറ്റപ്പെട്ടു പോകാതിരിക്കുവാൻ, തളർന്നു പോകാതിരിക്കുവാൻ ദൈവം ആ സമയത്ത് അവന്റെ പിതൃഭവനത്തെ അവന്റെ അടുക്കൽ എത്തിക്കാൻ ഇടയാക്കി തന്നു. ഇന്ന് പകൽ സമയം ഞാൻ താൻ ദൂത് പറയുക, നീ ഒറ്റപ്പെട്ടെന്ന് വിചാരിക്കുമ്പോൾ, നീ ഏകനാണെന്ന് വിചാരിക്കുമ്പോൾ, ആരുമില്ല എന്ന് വിചാരിക്കുമ്പോൾ, ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് കൂടെ നിൽക്കേണ്ടവരെ ചേർത്ത് നമുക്ക് തരും, നമ്മളോട് കൂടെ കൊണ്ടുവരും. ആരുമില്ലെന്ന് പറയുമ്പോൾ 400 പേരെ ദാവീദിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തുവാൻ കഴിവുള്ളവൻ, വളരെ പ്രതികൂലമായിരിക്കുന്ന, പ്രതിസന്ധിയായിരിക്കുന്ന ശൗൽ രാജാവ് തേടി നടക്കുക, യസാ രാജാവ് തേടി നടക്കുമ്പോഴും ഈ 400 പേര് വന്നവനെ കാണാൻ വേണമെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലുതാ. വന്നവര് നീതിവാന്മാരാ എന്ന് പറഞ്ഞാൽ അവര് സന്തുഷ്ടമില്ലാത്തവരാ, ഞെരുക്കമുള്ളവരാ, കടമുള്ളവരാ. പക്ഷേ ഇവര് ചുറ്റും അവനൂടെ വന്നുകൂടി എന്നുള്ളതാണ് ഈ 22-ാം അധ്യായത്തിന്റെ ഇതിവൃത്തം, അതിന്റെ ആരംഭത കിടക്കുന്നത്. അതിനുശേഷം ദാവീദ് അവിടെ വിട്ട് മോബാവിലെ മിസ്പയിൽ വന്നു. മോബാ രാജാവിനോട്, ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യുന്ന അറിയുവോളം എൻ്റെ അപ്പനും അമ്മയും നിങ്ങളുടെ അടുക്കൽ വന്ന് പാർപ്പാൻ അനുവാദിക്കണമെന്ന് പറഞ്ഞു. ഇവന് അപ്പനും അമ്മയും അവന്റെ മറ്റുള്ള പ്രിയപ്പെട്ടവരെ അവിടെ കൊണ്ടിയാക്കി. മോബാബ് രാജാവിന്റെ അടുക്കൽ കൊണ്ടിയാക്കിയ ശേഷമായിട്ട് അവരെ സന്നിധിയിൽ കൊണ്ടുവന്നു. ദാവീദ് ദുഃഖത്തിൽ താമസിച്ചു, കാലമൊക്കെയും അവിടെ പാർത്തു. അവന് ആശ്രയമായിട്ട് മോബാബ് രാജാവ് ദേശത്ത് അവന്റെ പിതൃഭവനത്തെ പാർപ്പിക്കാതെ എത്തും. ഇവന്റെ ജീവിതത്തിൽ വലിയ ടെൻഷനായിരുന്നു. ഇങ്ങനെ ദാവീദ് വളരെയധികം ടെൻഷൻ അടിക്കുകയാണ്. ഞാൻ ഒറ്റപ്പെട്ട് ഓടുകയാണ്, എൻ്റെ മാതാപിതാക്കളെയും സഹോദരന്മാരെയും കൂടി ഇനി പിടിച്ചു കൊല്ലുമോ എന്നുള്ളൊരു ഭയവും ഭീതിയും അവന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ദാവീദ് ജീവിതത്തിന്റെ ടെൻഷനായിരുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ വേദന അറിയുന്ന, നമ്മുടെ ഹൃദയത്തിന്റെ ടെൻഷൻ അറിയുന്ന കർത്താവിന് നന്നായി പ്രവർത്തിപ്പാൻ അറിയാൻ കൂട്ടോ. ഇവൻ അവന്റെ അപ്പനോടും അമ്മയോടും സഹോദരന്മാർക്കും വേണ്ടി, പൊതുഭവനത്തിന് വേണ്ടി വളരെയധികം വേദനപ്പെട്ടു. അവൻ മുഖാന്തരമായി അവന്റെ പിതൃഭവനം കൂടി ഇതിനെ പിടിക്കപ്പെടുമോ എന്നുള്ള പേടി. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. കുറ്റവാളികളെ കിട്ടാതെ വന്നാൽ വീട്ടിൽ കയറി മാതാപിതാക്കളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പോൾ ഈ ശൗൽ ഇങ്ങനെ ഓടി നടന്ന് ഇവനെ കിട്ടാതെ വരുമ്പോൾ അവന് സംരക്ഷണം ദൈവം ഒരുക്കുന്ന കൂട്ടത്തിൽ തന്നെ അവന്റെ പിതൃഭവനത്തിനുമുള്ള സംരക്ഷണം ഒരുക്കുവാൻ ദൈവത്തിന് അറിയാം. ദാവീദേ, നിന്റെ അപ്പനെ അമ്മയെ കുറിച്ചുള്ള നിന്റെ ഭാരം, നിന്റെ തലമുറയെക്കുറിച്ചുള്ള, നിന്റെ സഹോദരന്മാരെക്കുറിച്ചുള്ള ഭാരം നിനക്കുണ്ട്. ഇന്ന് പകൽ സമയത്തും ദൈവാത്മാവ് ദൂത് പറയുകയാണ്, നാം വേദനപ്പെടുന്ന, നമുക്ക് വേണ്ടി
നമ്മുടെ മറ്റുള്ളവർക്ക് വേണ്ടി നാം വേദനപ്പെടുമ്പോൾ നിന്റെ ഭാരം അറിയുന്ന ദൈവം, നിന്റെ ടെൻഷൻ അറിയുന്ന ദൈവം നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. അവരെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇവൻ ആർക്കു വേണ്ടിയാണോ ഭാരപ്പെട്ടത്, അവൻ വല്ലാതെ വിഷമിച്ചത്, അവന് അപ്പനെ അമ്മയെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വല്ലാതെ ഭാരപ്പെടുന്ന ഒരു അവസരമാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ശൗൽ രാജാവിന്റെ നമുക്കറിയാം, മക്കൾക്ക് നല്ല നിലവാരത്തിലാണ് നമ്മൾ ആദരിക്കപ്പെടും. ഇന്നയാളുടെ മകനാണെന്നൊക്കെ പറഞ്ഞ് ദാവീദിന്റെ അപ്പനും അമ്മയ്ക്കും ഒക്കെ പ്രശംസയോടെ ഉണ്ടായതാ. ആരുടെ മകനാന്ന് ചോദിച്ചു, ഷാർപുത്ര എന്ന് പറഞ്ഞു. അന്ന് ഐഷായുടെ ഒക്കെ വളരെ സന്തോഷമുണ്ടായി. ശൗലിന്റെ മുമ്പിൽ വളരെ മാന്യതയും അഭിമാനവും ഒക്കെ ഉണ്ടായി. പക്ഷേ അതേ സ്ഥാനത്ത് തന്നെ ശൗലിന് ശത്രുവായി ദാവീദ് തീരുമ്പോൾ അവന്റെ ജീവിതത്തിൽ വരുന്ന ആ പ്രതിസന്ധിയിൽ അവന്റെ മാതാപിതാക്കൾ ഉൾപ്പെടുമെന്നുള്ളത് ആർക്കറിയാമായിരുന്നു? ദാവീദ് അറിയാമായിരുന്നു. ഞാൻ പറഞ്ഞത്, മക്കൾക്ക് നല്ല കാലമൊക്കെ ആണെങ്കിൽ നമുക്ക് അഭിമാനമാണ്. നമുക്കും പറയും നമ്മുടെ മക്കൾ ഇന്നടത്ത് ഇന്നതാണെന്നൊക്കെ പറയും. പക്ഷെ അവർക്കൊരു പ്രയാസം വരുമ്പോൾ അവരെ തള്ളിക്കളയരുത് കേട്ടോ. അവർ നമ്മുടെ മക്കൾ തന്നെയാണ്. അവരെ ചേർത്ത് നിർത്തണം. നാം അവരോട് കൂടെ നിൽക്കണം. അതാണ് ഇവിടെ ദാവീദ് കാണിക്കുന്നതാണ്. ദാവീദിന്റെ മാതാപിതാക്കളെ അവൻ ഉപേക്ഷിച്ച് കളഞ്ഞില്ല. അവന് മനസ്സായി, ഈ ഒരു ദുർഘട നിമിഷത്തിൽ എന്നെ കിട്ടാതെ വന്നാൽ എൻ്റെ മാതാപിതാക്കളെ പീഡിപ്പിക്കപ്പെടും, അവരെ പിടിച്ചുകൊണ്ടുപോകും, അവരെ ബദ്ധന്മാരാക്കും എന്നുള്ള ഒരു ചിന്ത അവന്റെ ജീവിതത്തിൽ വല്ലാതെ ഉണ്ടായിരുന്നു. അവന്റെ മനസ്സിനെ കണ്ടുകൊണ്ടാണ് ദൈവം അവന്റെ അടുക്കൽ അവരെ കൊണ്ടുവന്നതുപോലെ നീയും ഞാനും ഭാരപ്പെടുന്ന വിഷയങ്ങളെ ദൈവാത്മാവ് ഏറ്റെടുക്കാൻ പോവുക. ഇന്ന് പകൽ സമയം ഒരുപക്ഷെ എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാതെ ഭാരപ്പെടുന്ന വിഷയമായിട്ട് ഒരു സംരക്ഷണത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത്. ദാവീദിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അവന് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയത്ത് അവന്റെ പിതൃഭവനത്തെ കൂടി രക്ഷിക്കുക എന്നുള്ളത് വലിയൊരു ഭാരമുള്ള വിഷയമാണ്. എന്നാൽ അതവന്റെ ജീവിതത്തിനൊരു ഭാരമായി തീർന്നതുപോലെ ഇന്ന് പകൽ സമയം ഭാരം വഹിക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുക, യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞ്, അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്നതിനുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് 2000 വർഷം മുമ്പ് എന്റെ അടിമതായിരിക്കുന്ന യേശു സംസാരിച്ച വചനം ഇന്നും ഈ അന്തരീക്ഷ മണ്ഡലത്തിൽ നിന്ന് പോയിട്ടില്ല. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന ആരുടെയെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ ഭാരമുണ്ടെങ്കിൽ നാം അവന്റെ അടുക്കൽ വന്നാൽ നമുക്ക് ആശ്വാസം പ്രാപിപ്പാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസ്ഥനിൽ നാം അവന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ആശ്വാസത്തിന്റെ സന്ദേശം ദൈവാത്മാവ് നമുക്ക് നൽകുന്നത്, അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്ത് വല്ലാതെ ഭാരപ്പെട്ട് വേദനപ്പെട്ട് നടക്കുന്ന ജീവിതങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് അറിയുന്നു. ദാവീദിന്റെ ജീവിതത്തിന്റെ ഭാരമായിരുന്നു, വേദനയായിരുന്നു, ടെൻഷനായിരുന്നു. അവന് മുമ്പോട്ട് പലപ്പോഴും പോകാൻ കഴിയാത്ത വിധത്തിൽ അവനെ തളർത്തിക്കൊണ്ടിരുന്ന അവന്റെ മാതാപിതാക്കളെ കുറിച്ചുള്ള, അവന്റെ പിതൃഭവനത്തെ കുറിച്ചുള്ള വിഷമം അവനുണ്ടായിരുന്നു. പക്ഷേ അവന്റെ അടുക്കൽ ദൈവം കൊണ്ടുവന്നു. അവന്റെ ടെൻഷൻ പരിഹരിക്കാൻ വേണ്ടി ദൈവം പ്രവർത്തിച്ചു. അവരെ കൊണ്ടുപോയി മോവാബ് ദേശത്ത് കൊണ്ടുപോയി അവരെ ഏൽപ്പിച്ചെന്ന്, എൻ്റെ അപ്പനും അമ്മയും നിങ്ങളുടെ അടുക്കൽ വന്ന് പാർപ്പാൻ അവൻ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവൻ അവരെ മോവാബ് രാജാവിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് ചെന്നു. അങ്ങനെ അവരെ അവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 50% ടെൻഷനും ദാവീദിന്റെ മാറി. 22-ാം അധ്യായം എൻ്റെ 3-ാം വാക്യം 3-4. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ ഒരു 50% മുഴുവൻ മാറുന്നു ഞാൻ പറയത്തില്ല, ടെൻഷൻ മാറും. പിന്നീടുള്ള ബാക്കിയുള്ള കാര്യം ദൈവം നടത്തിക്കോളും. അത് ദൈവം നടത്തുന്നത്. അപ്പൊ ഇവന് മാതാപിതാക്കളെയും അവന് വേണ്ടപ്പെട്ടവരെ കൊണ്ട് ആക്കി കഴിഞ്ഞപ്പോൾ അവനൊരു സ്വസ്ഥത അനുഭവിച്ചു. ചില വിഷയങ്ങളിൽ കൊണ്ട് എന്ന് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചു കഴിഞ്ഞാൽ സ്വസ്ഥതയുണ്ടാകും. അപ്പൊ ഇവരെ ഈ യഹൂദയിൽ ഇട്ടിട്ട് പോന്നാൽ, ബേത്ലഹേമിൽ ഇട്ടിട്ട് പോന്നാൽ അവരെ ശൗല് പിന്തുടർന്ന് പിടിക്കും, വേണമെങ്കിൽ അവന്റെ സ്വഭാവത്തെ അവരെ കൊന്നുകളയുമെന്ന് ദാവീദിന് അറിയാമായിരുന്നു. അതവരുടെ ഭാരമായിരുന്നു. അതുകൊണ്ട് അവരെ സുരക്ഷിതമായി എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടി ദൈവമാലോചന പറഞ്ഞു കൊടുത്തതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഞാൻ നിങ്ങൾ ഭാരപ്പെടുന്ന നമ്മുടെ വിഷയങ്ങളുമേൽ ദൈവം നമുക്ക് വേണ്ടി സ്വസ്ഥതയുടെ വഴി ഒരുക്കി തരുമെന്ന് ആത്മാവിൽ ദൂത് പറയുകയാണ്. നമ്മൾ ഏതെല്ലാം വിഷയങ്ങൾ ഭാരപ്പെടുന്നുവോ, വിഷയങ്ങളെ വല്ലാതെ കാണുന്നുവോ, അതൊക്കെ പ്രതിസന്ധികളാണ്, വിഷയങ്ങളാണ്. നമ്മുടെ കയ്യിൽ നിന്ന് അത് വലിയ അത് നമ്മുടെ കൈക്ക് ഒതുങ്ങാത്ത വിഷയങ്ങളെ മാറിപ്പോകാം, ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വരാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട്, ദൈവത്തിലായതുകൊണ്ട് ദൈവം അവന്റെ കയ്യിൽ ഏൽപ്പിക്കാതെ, ദുഷ്ടന്റെ കയ്യിൽ ഏൽപ്പിക്കാതെ നമ്മെ വിടിവിക്കുന്നു. ഇങ്ങനെ അവിടെ അവരെ ആക്കിയ ശേഷമായി ഈ ദാവീദിന്റെ മനസ്സിന്റെ ടെൻഷന്റെ ഒരു ഭാഗം മാറുവാൻ കഴിയാത്തത്, അവന്റെ മാതാപിതാക്കളെ കുറിച്ചുള്ള ടെൻഷൻ മാറുവാൻ കഴിയാത്തത്.
ഇന്ന് പകൽ സമയം ആരൊക്കെയോ മാതാപിതാക്കളെ കുറിച്ചും സഹോദരന്മാരെ കുറിച്ചും സഹോദരിമാരെ കുറിച്ചും മക്കളെ കുറിച്ചും ഒക്കെ ഭാരപ്പെടുന്ന ഒരു സന്ദേശം കേൾക്കുന്നുണ്ട്. അങ്ങനെ ദാവീദിന്റെ ജീവിതത്തിൽ അവൻ ഒന്നും ചെയ്യാത്ത അവസ്ഥയിൽ അവൻ ഓടിപ്പോകുന്ന ഒരു കുറ്റവാളിയെ പോലെ അവനെ ഓടുന്ന സമയത്തും അവന്റെ കുടുംബത്തിന് വേണ്ടി കരുതുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് വേണ്ടി കരുതുവാൻ ദാവീദേ നിനക്ക് വേണ്ടി മാത്രമല്ല നിന്റെ കുടുംബത്തിന് വേണ്ടി തലമുറയ്ക്ക് വേണ്ടി കരുതുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന്റെ അഭിഷക്ത ദൈവത്തിന് വേണ്ടി ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ സേവിക്കുന്ന അഭിഷക്തന്മാരെ ഇന്ന് ഈ പകൽ സമയം ഞാൻ ഈ ദൂത് പറയുമ്പോൾ ഇതൊരു ദൂതായി ഏറ്റെടുക്കുക. നമുക്ക് വേണ്ടി നാം ഭാരപ്പെടുന്ന ഏത് വിഷയത്തെയും അതിനെ സംരക്ഷിക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നെങ്കിൽ നമ്മെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളുടെ ഉത്തരവാദിത്തം ദൈവം ഏറ്റെടുത്ത് കഴിയുമ്പോൾ എവിടെയാണോ കൊണ്ടുപോക്കേണ്ടത് അവിടെ കൊണ്ടുപോയാക്കുക. അവർ ഇസ്രായേൽ ദേശത്ത് അവർ സുരക്ഷിതമാകത്തില്ല. അതുകൊണ്ടാണ് ദൈവം അവരെ അവന്റെ അടുക്കൽ അയച്ചത്. അവന് ദൈവം പരിജ്ഞാനം കൊടുത്ത് ബുദ്ധി കൊടുത്ത് അഭിഷേകമുള്ളവന് കാര്യങ്ങൾ ചെയ്യാനുള്ള വിവേകം കൊടുക്കും. പ്രതിസന്ധികൾ വരുമ്പോൾ എങ്ങനെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണമെന്നുള്ള അഭിഷേകമുള്ളവന് വിവേകം ലഭിക്കുമെന്ന്. അതുകൊണ്ടാണ് ദുഷ്ടൻ നിന്നെ പരാജയപ്പെടുത്താൻ കഴിയാത്തത്. ഇന്ന് പകൽ സമയം ദൈവം ചില അഭിഷേകം ദൈവത്തിന്റെ വിവേകം തന്നിരിക്കുന്നതുകൊണ്ട് നമ്മെ പരാജയപ്പെടുത്താൻ ദുഷ്ടന് കഴിയത്തില്ല. ഏതെല്ലാം മേഖലകളിൽ നമ്മളെ സാമ്പത്തികമായി തകർത്ത് കളയുവാൻ നമ്മളെ പല വിധത്തിലുള്ള വഴികളിലൂടെ നമ്മെ ഇല്ലാതാക്കാൻ വേണ്ടി ശത്രു പരിശ്രമിക്കുമ്പോൾ അതിനെ ജയിക്കാൻ ആവശ്യമായ വിവേകം പരിജ്ഞാനം ദൈവം നൽകുമെന്ന്. അതുകൊണ്ടാണ് നാം പരാജയപ്പെട്ടു പോകാതിരിക്കുന്നത്. ദാവീദിന് മനസ്സിലായി ഈ ഇസ്രായേൽ ദേശത്ത് എങ്ങും നിർത്താൻ കഴിയത്തില്ല. കാരണം അവരെ സംരക്ഷിക്കാൻ കഴിയുന്ന അവന് കൊണ്ടു നടക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് മോവാബ് ദേശത്ത് കൊണ്ടുപോയി അവരെ അവിടെ താമസിപ്പിച്ചെന്ന്. അവരെ അവിടെ താമസിക്കും. മോവാബ് ദേശത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. മോവാബിൽ നിന്ന് വന്ന രൂത്തിന്റെ കുടുംബത്തിൽപ്പെട്ടതാണ് ഈ ദാവീദ് എന്ന് പറഞ്ഞാൽ രൂത്തിൽ നിന്ന് ഉണ്ടായ തലമുറയിൽപ്പെട്ടതാണ് ദാവീദ്. ദാവീദിന് അങ്ങനെ ഒരു ബന്ധമുണ്ട് മോവാബ് ദേശത്ത്. അപ്പം ഇശായിയുടെ തലമുറയെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ മോവാബ് ദേശമായൊരു ബന്ധമുണ്ട് കേട്ടോ. നമുക്കറിയാമല്ലോ രൂത്തിനെ അവിടെ നിന്നാണ് എടുത്തത്. മോവാബ് ദേശക്കാരിയാ രൂത്ത്. ഞാൻ വിചാരിക്കുന്നത് ആ പണ്ടത്തെ ഒരു ബന്ധം ഇവരെ അവിടെ താമസിപ്പിക്കുവാൻ ഇടയാത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്ന അവിടെ അവന്റെ വല്യമ്മച്ചി എന്ന് പറഞ്ഞാൽ അപ്പന്റെ അമ്മയായിരുന്ന രൂത്തമ്മച്ചിയുടെ വീട് പണ്ടൊരു മോവാബ് ദേശമായി ബന്ധമുള്ളത് കൊണ്ട് നമ്മൾ വിചാരിക്കും എങ്ങനെയാ മോവാബിൽ കൊണ്ടുപോയി ഇവരെ കൊണ്ട് ആക്കിയെന്ന്. ഒരു ബന്ധം ഒക്കെ എവിടെയെങ്കിലും ദൈവം ഇട്ടിട്ടുണ്ട് കേട്ടോ. ചില ആശ്രയത്തിന് വേണ്ടി ചില സമയങ്ങളിൽ താമസിപ്പിക്കാൻ വേണ്ടി. രൂത്തിന്റെ വംശാവലി അറിയാമല്ലോ. രൂത്തിൽ നിന്നാണല്ലോ ഓബേദിൽ നിന്ന് ഇശായി അങ്ങനെ ജനിച്ച മകനാണല്ലോ ദാവീദ്. അപ്പോൾ ഒരു ബന്ധമുണ്ട്. ആ ബന്ധമാണ് മോവാബ് ദേശത്ത് അവരെ കൊണ്ടുപോയി ആക്കിയത്. പലപ്പോഴും ഞാൻ വിചാരിച്ചോട്ടെ എങ്ങനെയായി മോവാബ് ദേശത്ത് കൂടി ആക്കിയത്, എന്ത് ബന്ധമാണ്. പക്ഷെ എനിക്കിപ്പോ മനസ്സിലായി ഈ ഒരു ബന്ധമുണ്ടായത് രൂത്തിൽ നിന്നുള്ളൊരു ബന്ധമുണ്ട്. ആ ഒരു ബന്ധം അവിടെ ഉള്ളത് കൊണ്ട് നിശ്ചയമായിട്ടും ഇവന്റെ അപ്പനെയും അമ്മയൊക്കെ അവിടെ സംരക്ഷിക്കാനുള്ള ഭവനം കൂടി ദൈവം കരുതിയിരുന്നത്. ചില ബന്ധങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. നിന്റെ പ്രതിസന്ധികളിൽ ചില വിഷമങ്ങളതകളിൽ നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയ ചില ബന്ധങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ചില കാര്യങ്ങളെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അങ്ങനെയാണ് മോവാബ് ദേശത്ത് കൂടി ആക്കിയത്. ഞാനത് ഈ ദൈവം പറയുമ്പോൾ അതിനകത്ത് വേദവസ്തുത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയത്. പക്ഷേ ഞാൻ പറയുന്നത് മോവാബ് ദേശത്ത് കൂടി ആക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായിരിക്കണമല്ലോ. ആരെങ്കിലും വെറുതെ കൂടി ആക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ അവിടെ കൊണ്ടുപോയി അവിടെ മോവാബ് രാജാവിനോട് ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യും. അവൻ അവിടെ ചെന്നിട്ട് സാധാരണക്കാരെല്ലാം കണ്ടത് മോവാബ് ദേശത്ത് നിന്ന് അവിടുത്തെ രാജാവിനെയാണ് കണ്ടത്. അവരോട് പറഞ്ഞു ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവൻ അവിടെ ദൈവം വഴിയൊരുക്കി കൊടുത്ത രാജാവിനോടാണ് പറഞ്ഞത്. ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊരു ബന്ധവും രൂത്തെന്നുള്ള ആ ബന്ധമൊക്കെ മോവാബ് രാജാവിനോട് പറഞ്ഞു കൊടുത്ത് ഏതായാലും ആ ബന്ധത്തിലൂടെ അവന്റെ അപ്പനും അമ്മയ്ക്കും അവിടെ ജീവിക്കാനുള്ള സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തതുപോലെ ദൈവമായ കർത്താവ് ചില സാഹചര്യങ്ങളെ നമുക്ക് ഒരുക്കി തരുന്നതിനായി സ്തോത്രം ചെയ്യാം. 2025 ദൈവം അനുഗ്രഹിക്കപ്പെട്ട ചില സ്വസ്ഥതകളെ ദൈവം നൽകും എന്ന് ഇത് മുഖാന്തരം കാണാൻ സാധിക്കും. ഏതാണോ നമ്മൾ വല്ലാതെ ഭാരപ്പെടുന്നത് ആ വിഷയത്തിന്മേൽ ദൈവമാണ് ഇടപെടുന്നത്. അവിടുത്തെ രാജാവിനെ അവൻ അനുകൂലമാക്കി കൊടുത്തു. ഇസ്രായേൽ രാജാവ് പ്രതികൂലമാണെങ്കിലും ദൈവം മോവാബ് രാജാവിനെ അനുകൂലമാക്കി കൊടുത്തു. അവന് അവിടെ ഒരു ബന്ധം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവനെല്ലാം അനുകൂലമായി തീരുവാൻ ഇടയാക്കുന്നു. അതിനുശേഷമായിട്ട് അവനൊരു മോവാബ് രാജൻ സന്നിധിയിൽ കൊണ്ടുവന്ന് ദാവീദ് ദുഃഖത്തിൽ താമസക്കാലമൊക്കെയും അവർ അവിടെ പാർത്തു. എന്നാൽ ഗാദ് പ്രവാചകൻ ദാവീദിനോട് ദുർഗത്തിൽ പാർക്കാതെ യഹൂദ ദേശത്തേക്ക് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അതിനോട് ഗാദ് പ്രവാചകൻ വന്ന് പറഞ്ഞു, നീ ഇങ്ങനെ ഇവിടെ ഒന്നും ഇരിക്കാനുള്ളവനല്ല, നീ ദുർഗത്തിൽ പാർക്കുകയും വേണ്ട, നീ യഹൂദ ദേശത്തേക്ക് പൊയ്ക്കൊള്ളുവാൻ പറഞ്ഞു. അങ്ങനെയാണ് ദാവീദ്
യഹൂദദേശത്ത് ചേർന്നത്. അപ്പോൾ ഇവിടെ ഈ അവനോട് കൂടെയുള്ളവർ പറയുക, നമ്മള് യഹൂദദേശത്ത് തന്നെ ഭയപ്പെട്ടായിരിക്കുന്നത്. ഞാൻ അതിന്റെ പശ്ചാത്തലം എടുത്തതാണ്. യഹൂദയിൽ തന്നെ ഭയപ്പെട്ട് പാർക്കുന്നുവല്ലോ, പിന്നെ കെയിലയിൽ ഫെലിസ്ത്യരുടെ സൈന്യത്തിൽ നിന്ന് നേരെ എങ്ങനെ ചെല്ലും എന്ന് പറഞ്ഞു. ഇവർ പറയുക, ഇവിടെ ദൈവം പറഞ്ഞിട്ട്, നമ്മളെ ഗാദ് പ്രവാചകൻ പറഞ്ഞിട്ടാണ് യഹൂദയിൽ വന്ന് പാർക്കുന്നത്. അപ്പൊ ഈ കെയിലയിൽ വന്ന് താമസിക്കുന്ന ദൈവം പറഞ്ഞിട്ട് അയച്ചതാ. ദൈവം അയച്ചിട്ടാണെങ്കിൽ നിന്നെ എവിടെയെല്ലാം പോകണമോ, നീ പോയിട്ട് ഏത് സ്ഥാനത്തേക്ക് മടങ്ങി വരണമോ, അത് ദൈവത്തിന്റെ പ്രവൃത്തിയാ. ഒരിക്കലും നിരാശയോടെ മടങ്ങാൻ ദൈവം സമ്മതിക്കുന്നില്ല. ദൈവം അയക്കുമ്പോൾ ദൈവം ഒരാരംഭമിട്ട ദൈവം അത് നന്നായി പൂർത്തീകരിക്കുന്നവനാണ്. അവൻ ആരംഭവുമാണ് അവസാനവുമാണ്. അവനാണ് നമ്മുടെ ജീവിതത്തിന്റെ ആരംഭമെങ്കിൽ സകലത്തെ നിവർത്തിച്ച് അതിന്റെ പൂർത്തീകരണം വരുത്തുവാൻ ദൈവത്തിനറിയാം. സമയാസമയങ്ങളിൽ ദൈവം നമ്മോട് സംസാരിക്കും. ഗാദ് പ്രവാചകൻ വന്ന് പറഞ്ഞു, നീ ഇവിടെ ദുഃഖത്തിരിക്കണ്ട, അവിടെ യഹൂദയിൽ പോയി താമസിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അവരവിടെ ചെല്ലുവാനായിരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, കൂടെയുള്ളവർ പറഞ്ഞു, നാം യഹൂദയിൽ തന്നെ ഭയപ്പെട്ട് പാർക്കുന്നല്ലോ, പിന്നെ കെയിലയിൽ ഫെലിസ്ത്യരുടെ സൈന്യത്തിൽ നേരെ എങ്ങനെ ചെല്ലുമെന്ന് പറഞ്ഞു. ദാവീദ് വീണ്ടും യഹോവയോട് ചോദിച്ചു. നമുക്കറിയാം, നമ്മുടെ ഒരു ആലോചന പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അതിന് നെഗറ്റീവായിട്ടുള്ള ആലോചന വന്നു കഴിഞ്ഞാൽ നമ്മുടെയും ജീവിതത്തിന്റെ നമുക്കും അന്നേരം തന്നെ സംശയം തോന്നും. ഇവിടെ ദാവീദ് എത്ര ശക്തനാണെന്ന് പറഞ്ഞാലും നമ്മളുടെ കൂടിയിരിക്കുന്ന ആൾക്കാർ നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനെ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് നെഗറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ ദൈവമല്ലേ എന്നോട് പറഞ്ഞെന്നുള്ള രീതിയിൽ എടുത്തിയാടികളെ ദാവീദ് രണ്ടാമതും ചോദിക്കുകയാണ്. അത് ജീവിതത്തിൽ ഒന്നുകൂടി റീഅഷ്യൂർ ചെയ്യുകയാണ്, ഒന്നുകൂടെ ചോദിക്കുകയാണ്, ദൈവത്തോട് ചോദിക്കുകയാണ്. സൈന്യത്തിന് നേരെ ഇവരെ ചോദിച്ച് എങ്ങനെ ചെല്ലുമെന്ന് ചോദിച്ചു. എങ്ങനെയാണ് ചെല്ലുന്നത്, എങ്ങനെ ചെല്ലും, എങ്ങനെ എന്നുള്ള ചോദ്യം വരികയാണ്. നാം ഇവിടെ തന്നെ ഭയപ്പെട്ടല്ലേ താമസിക്കുന്നത്, ഇപ്പോൾ തന്നെ ഞെരുക്കത്തിലല്ലേ, ഭാരത്തിലല്ലേ ആയിരിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് യുദ്ധം ചെയ്യാൻ പോകുന്നതെന്നാണ് ചോദിച്ചത്. അതെ, ഈ കൂടെ വരുന്നവർക്ക് അറിയത്തില്ല നീ ആരാണെന്നുള്ളത്. നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം എന്താണെന്ന് അറിയത്തില്ല. നീ പറയുന്ന ആലോചന എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ദാവീദിൽ പകർന്നിരിക്കുന്ന അഭിഷേകം ഒരിക്കലും എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടിയിരിക്കാനുള്ളതല്ല. പ്രതിസന്ധികൾ വന്നാൽ നിർത്തിപ്പോകുന്നതല്ല ദാവീദ്. ഇന്ന് പകൽ സമയം പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ ഒളിച്ചിരിക്കുവാൻ ഭീതിയുള്ളവനായി ഒളിച്ചിരിക്കാൻ, പ്രാണരക്ഷയ്ക്ക് വേണ്ടി ഒളിച്ചിരിക്കാൻ ദൈവം സമ്മതിക്കില്ല. അവനെ വെളിയിൽ കൊണ്ടുവരും. ഗാദ് പ്രവാചകൻ പറഞ്ഞു, നീ ഇവിടെ ഒളിച്ചിരിക്കേണ്ട, നീ വെളിയിൽ വരാൻ പറഞ്ഞു. അങ്ങനെ ദൈവം അവനെ വെളിയിൽ കൊണ്ടുവന്നെങ്കിൽ, ദൈവം നമ്മളോട് കൂടി ഉണ്ടെങ്കിൽ, തക്ക സമയങ്ങളിൽ ആലോചന വരുമ്പോൾ അഭിഷേകമുള്ളവരോട് ദൈവം സംസാരിക്കും, ഇടപെടും. അവനതനുസരിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ കൂടെയുള്ളവർക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. അവർ ഇപ്പോൾ ചോദിക്കും, എങ്ങനെയാണെന്ന് ചോദിക്കും. പക്ഷേ നീ അഭിഷക്തനാണെങ്കിൽ നീ ഭയപ്പെട്ടു പോകണ്ട, കൂടെയുള്ള ചോദിച്ചാൽ ഭയപ്പെട്ടു പോകേണ്ട. എങ്ങനെയാണെന്നുള്ള കാര്യം അത് ദാവീദിനും അറിയത്തില്ല, അവനും അറിയത്തില്ല. അവന്റെ ഉള്ളിലൊരു ആലോചന തോന്നി, ഈ കെയില നിവാസത്തിൽ നമ്മൾ താമസിക്കുക, ഇവിടെ ഇപ്പം ഫെലിസ്ത്യർ വന്ന് യുദ്ധം ചെയ്യുക, ഇവരെ യുദ്ധം ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഓടിപ്പോകാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അവൻ ഉത്തരവാദിത്തമുള്ളവനായിരുന്നു. ആ ദേശത്തെ പൗരന്മാരെ രക്ഷിപ്പാൻ വേണ്ടി അവൻ പ്രാർത്ഥന ചോദിച്ചു, ദൈവമേ, ഇവിടെ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ ചോദിക്കണം, കർത്താവേ, ഈ വിഷയത്തിൽ, ഈ കുടുംബം കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ, ഈ ദേശം കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ, കർത്താവേ, ലോകം കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് നാം ദൈവത്തോട് ചോദിക്കണം. കെയില ദേശത്ത് ഫെലിസ്ത്യർ യുദ്ധം ചെയ്താൽ ദാവീദും അവന് കൂടെയുള്ളവർക്കും മറ്റൊരു സ്ഥലത്തേക്ക് ഓടിപ്പോകാം. എന്നാൽ അവൻ അങ്ങനെ ഓടിപ്പോയില്ല. അവൻ ആ ദേശത്തിന് വേണ്ടി ഇടിവ് നിൽക്കുവാൻ ഇടയാക്കുന്നു. അവനെ രക്ഷിപ്പാൻ വേണ്ടി അവൻ ആഗ്രഹിച്ചു. അപ്പോൾ ദൈവത്തോട് അവൻ ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ബെൽസെന്ന് തോൽപ്പിക്കണമോ എന്ന് ചോദിച്ചു. അവൻ ഒറ്റയ്ക്ക്, കൂടെയുള്ള 400 പേര്, അവരുമായിട്ടിരിക്കുന്ന 600 പേരോളമുണ്ട്. അവരുമായിട്ടിരിക്കുമ്പോൾ അവനോട് കൂടെ വന്നവർ 400 ആണെങ്കിൽ പിന്നെ 600 പേരായി മാറുവാനിടയാക്കുന്നു. അപ്പം ദാവീദ് യഹോവയോട് ചോദിക്കുകയാണ്, ഈ ഫെലിസ്ത്യരെ നേരെ ചെന്ന് തോൽപ്പിക്കണമോ എന്ന് ചോദിച്ചു. അതാണ് പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി. മനസ്സിലായോ? ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും പ്രതികൂലമാകുന്ന സമയത്ത് അത് ശുഭാപ്തി വിശ്വാസത്തോടെ കാണുന്നതിനെയാണ് പോസിറ്റീവ് മെന്റാലിറ്റി എന്ന് പറയുന്നത്. അതിനെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എന്നോട് ഞാൻ പറയാം, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ ആ സന്ദർഭങ്ങളിൽ നാം പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് ഭയപ്പെട്ട് ഇതെല്ലാം നെഗറ്റീവായിട്ട് നമുക്ക് എതിരായി പോകുമെന്ന് ചിന്തിക്കുന്നതാണ് നെഗറ്റീവ് ചിന്താഗതി.
എന്നാൽ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എത്ര കലങ്ങി മറിയുന്ന വിഷയം വരുമ്പോഴും ആ വിഷയത്തിന്റെ അകത്ത് ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുന്നത്, അതെ ഈ വിഷയത്തെ ഞാൻ പരിഹരിക്കും എന്നുള്ള ഒരു പോസിറ്റീവ് മെന്റാലിറ്റി ആയിരുന്നു ദാവീദിനപ്പോൾ ഉണ്ടായിരുന്നത്. അവന് ഒറ്റയ്ക്കാണെന്നോ അധികം ആൾക്കാരില്ലെന്നോ ഒന്നും വിചാരിച്ചില്ല. പക്ഷേ അവനറിയാമായിരുന്നു എൻ്റെ മേലൊരു അഭിഷേകമുണ്ട്, എൻ്റെ കൂടെ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് പെലിസ്ത്യർ വന്ന് അവർ യുദ്ധം ചെയ്താൽ അവരെ തോൽപ്പിക്കുവാൻ എനിക്ക് കഴിയുമെന്ന്. ഇന്ന് പകൽ സമയം നിന്നെ തോൽപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിച്ച് ഈ ശക്തികൾ എഴുന്നേൽക്കുമ്പോൾ നീയാണ് അതിനെ തോൽപ്പിക്കേണ്ടത്. ഒരുപക്ഷെ നിന്റെ കയ്യിൽ ഒന്നും കാണത്തില്ലായിരിക്കും, നമ്മുടെ കൈവശം ശക്തി കാണത്തില്ല, ഒന്നും ലോകപ്രകാരം ഒന്നും കാണത്തില്ല. ഇന്ന് പരാജയപ്പെടുത്തി രോഗിയാക്കുവാൻ, നിരാശപ്പെടുത്തുവാൻ, അസമാധാനം വരുത്തുവാൻ ശത്രു എഴുന്നേൽക്കുമ്പോൾ ഏത് വിഷയമാണോ നമുക്കെതിരെ എഴുന്നേൽക്കുന്നത് അതിനെ തോൽപ്പിക്കുന്നതിനെയാണ് അഭിഷേകം എന്ന് പറയുന്നത്. അതാണ് പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്. എന്താണ് അഭിഷേകം? പ്രശ്നങ്ങൾ വരുമ്പോൾ, കലങ്ങി മറിയുമ്പോൾ ആ വിഷയങ്ങൾ നമ്മെ പരാജയപ്പെടുത്താതെ ആ വിഷയങ്ങളെ നാം പരിഹരിച്ച് അതിനെ തോൽപ്പിക്കുന്നതിനെയാണ് അഭിഷേകത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അതാണ് ഇവിടെ സംഭവിച്ചത്. അതിനെയാണ് അഭിഷേകം എന്ന് പറയുന്നത്. അതിനെയാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അല്ലാതെ പേടിച്ച് ഒളിച്ചിരിക്കുന്നതിനെയല്ല. ആ പ്രതിസന്ധി കാണുമ്പോൾ എങ്ങനെ അതിന്മേൽ പരിഹാരം കാണാൻ സാധിക്കും. ഇന്ന് പകൽ സമയം എല്ലാവരും അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി നമ്മുടെ മേൽ പകരുന്നുണ്ട്. തളർന്നിരിക്കുവാനല്ല, ഭാരപ്പെടുവാനല്ല. സാഹചര്യം നോക്കിയാൽ നീ ഒറ്റയ്ക്കാണ്, നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ പ്രതികൂലമായിരിക്കുന്ന സാഹചര്യത്തിലും ദൈവാത്മാവ് നമുക്കുടെ മേൽ പകർന്നിരിക്കുന്ന ശുഭാപ്തി വിശ്വാസമാണ്. പരാജയപ്പെട്ടു പോകുവാനുള്ളതല്ല, പരാജയപ്പെടാൻ സമ്മതിക്കരുത്. ശത്രു നിന്നെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽ സമയം ദൈവിക അഭിഷേകങ്ങളോ ഒരുമിച്ച് പറയും, ഞങ്ങൾ പരാജയപ്പെടാനുള്ളവരല്ല, അവരെ ഞങ്ങൾ ചെന്ന് തോൽപ്പിക്കുമെന്ന്. അവരെ ഞാൻ ചെന്ന് തോൽപ്പിക്കണമോ എന്ന് ചോദിച്ചു. യഹോവ ദാവീദിനോട് ചെന്ന് ഫെലിസ്ത്യരെ തോൽപ്പിച്ച് കെയിലയെ രക്ഷിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചു. ദാവീദ് ചോദിച്ചു, ഈ ഫെലിസ്ത്യരെ ചെന്ന് തോൽപ്പിക്കണമോ എന്ന് ചോദിച്ചു. ദൈവത്തോട് ചോദിക്കുക, കർത്താവേ ഞാൻ ഈ ശക്തിയെ ഞാൻ തോൽപ്പിക്കണമോ എന്ന് ചോദിച്ചു. അവനവിടെ ഇടിവിട്ട് ദൈവത്തോട് അനുവാദം ചോദിക്കുക. ഇന്ന് പകൽ സമയം ഈ ഉപവാസ പ്രാർത്ഥന ചില ചോദ്യങ്ങൾ ചോദിക്കുക. കർത്താവ്, ഇന്ന വിഷയം ഉയർന്നു വന്നിട്ടുണ്ട്, ഇന്ന ഭാരങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്, അത് എന്നെ പരാജയപ്പെടുത്തും, അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന ദേശത്തെ പരാജയപ്പെടുത്തുവാനാകാതെ അതിനെ എനിക്ക് ജയമാക്കി നൽകണമേ, അതിന് നീ അനുവദിക്കുമോ എന്നാണ് ചോദിച്ചത്. യഹോവ ദാവീദിനോട് ചെന്ന് ഫെലിസ്ത്യരെ തോൽപ്പിച്ച് കെയിലയെ രക്ഷിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചു. ഇവിടെ നോക്ക്, ഇവനാകെയുള്ളത്, ഇവനും ആകെ 600 പേരുമേ ഉള്ളൂ. പക്ഷെ ഫെലിസ്ത്യർ ഒരു സൈന്യമാണ്. അവര് എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ ഇവനോട് നിൽക്കാൻ കഴിയത്തില്ല. പക്ഷേ ദൈവമാണ് സംസാരിക്കുന്നതെങ്കിൽ, പ്ലീസ് എല്ലാവരും മ്യൂട്ട് ചെയ്യണമേ, മ്യൂട്ട് ചെയ്യണം. ദൈവമാണ് സംസാരിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ അഭിഷേകമുണ്ടെങ്കിൽ ഇന്ന് പകൽ സംഘം പറയണം, എൻ്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം അത് തീർത്ഥത്തിന്റെ ആത്മാവിനെ അല്ല, സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ധൈര്യത്തിന്റെയും ആത്മാവിനെയാണ്. പ്രശ്നങ്ങൾ കണ്ട് വിരളി പിടിക്കരുത്, ഭാരപ്പെടരുത്. പ്രശ്നങ്ങളെ കണ്ട് ഓടി ഒളിക്കരുത്. പ്രശ്നങ്ങളെ കണ്ട് ഈ ദിവസങ്ങളിൽ നാം അധൈര്യപ്പെട്ടു പോകരുത്. ദൈവാത്മാവിൽ നാം ആരാധിക്കുന്നത്, അന്യഭാഷയിൽ ആരാധിക്കുന്നത്, പ്രതിസന്ധികളിൽ തളർന്നു പോകാതിരിക്കാനുള്ള ശക്തി സംഭരിക്കുന്നതാണ് നമ്മുടെ ആരാധന. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ സമയവും ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് നാം ഒറ്റയ്ക്കാണെന്നോ, ആരുമില്ലെന്നോ, മറ്റൊരു വഴിയില്ലെന്നോ എന്ന് വിചാരിക്കുകയല്ല ചെയ്യേണ്ടത്. എൻ്റെ ദൈവത്താൽ ഞാൻ എന്ത് ചെയ്യും? വീര്യം പ്രവർത്തിക്കും. എൻ്റെ ദൈവത്താൽ ഞാൻ അതിനെ ജയിക്കും, ഈ വിഷയത്തെ പരിഹരിക്കുമെന്നുള്ള ചിന്ത ദാവീദിനുണ്ടായിരുന്നു. ദാവീദല്ലാതെ അവൻ നിരാശപ്പെട്ട പല മേഖലകളുണ്ടെങ്കിലും ശക്തി പ്രാപിച്ചിട്ടുണ്ട്, ബലം പ്രാപിച്ചിട്ടുണ്ട്. അങ്ങനെ അവൻ ഫെലിസ്ത്യരെ തോൽപ്പിച്ച് കെയിലയെ രക്ഷിച്ചു കൊള്ളുവാൻ ദൈവം കൽപ്പിച്ചു. എന്നാൽ ദാവീദിന്റെ ആളുകൾ അവനോട്, നാം ഇവിടെ യഹൂദയിൽ തന്നെ ഭയപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ആലോചന പറഞ്ഞാലും കൂടെയുള്ളവർ സമ്മതിക്കത്തില്ല. കാരണം ഒരുപക്ഷെ വീട്ടുകാർ സമ്മതിക്കത്തില്ല, മറ്റുള്ളവർ സമ്മതിക്കത്തില്ല. അത് അന്നേരം നെഗറ്റീവായിട്ട് ചിന്ത വരും. പക്ഷേ ദൈവമാണ് സംസാരിച്ചതെങ്കിൽ ഒന്നുകൂടി ഉറപ്പ് വരുത്തിയാൽ മതി. ദാവീദിനോട് ചോദിച്ചു. ദാവീദ് വീണ്ടും ദൈവത്തിന്, പിന്നെ കെയിലയിൽ ഫെലിസ്ത്യരുടെ സൈന്യത്തെ എങ്ങനെ ചെല്ലും എന്ന് പറയും. അവർ പറഞ്ഞു, നമ്മൾ എങ്ങനെ ചെല്ലും? യുദ്ധം ചെയ്യല്ലേ, എങ്ങനെ ചെല്ലും? അവിടെ മുമ്പിലോട്ട് എങ്ങോട്ട് ചെല്ലാനുള്ള ധൈര്യം വല്ലതും ഉണ്ടോ? നമുക്ക് എന്താ ഉള്ളത്? ഒന്നുമില്ല, അല്ലേ? നമുക്കൊന്നുമില്ല. ഇന്ന് പകൽ സമയം പലരും വിചാരിക്കുന്നത്, നമുക്കൊന്നുമില്ല, നാം എന്ത് ചെയ്യും, നാം എങ്ങനെ ചെല്ലും, നാം എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുമ്പോൾ
ദൈവം സംസാരിച്ചിട്ടുള്ള അഭിഷിക്തൻ അവൻ വീണ്ടും യഹോവ അവനോട് ദാവീദ് യഹോവ ചെല്ലുമെന്ന് പറഞ്ഞു. ദാവീദ് വീണ്ടും യഹോവയോട് ചോദിച്ചു. യഹോവ അവനോട് എഴുന്നേറ്റ് കെയിലയിലേക്ക് ചെല്ലുക, ഞാൻ ഫെലിസ്ത്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് അരുളി ചെയ്തു. ഇന്ന് പകൽ സമയം ദൂത് കൃത്യമായി ദൈവാത്മാവ് ഇടപെടുകയാണ്. അതെ, രണ്ടാമത്തെ പ്രാവശ്യം നീ ചോദിക്കുകയാണ്. നീ സംശയമുണ്ടായിട്ട് ചോദിക്കുക. എങ്ങനെ ചെല്ലുമെന്ന് ചോദ്യങ്ങൾ, അതെ, നിരവധി സംശയങ്ങൾ ഉയർന്നു വന്നപ്പോൾ വീണ്ടും വിട്ടുകളയാതെ ആഗ്രഹം ദൈവമാ തന്നെങ്കിൽ നമ്മുടെ ഉള്ളിൽ തിരുവിഷ്ടപ്രകാരം ആലോചന വരുന്നത്, ആലോചന നിവൃത്തിയിരിക്കാൻ വേണ്ടി ദൈവം നൽകുന്ന ആലോചനകളാണ്. ദൈവം തരാത്തൊരു ആലോചനയില്ല. ഭാരപ്പെട്ടു പോകണ്ട. ദൈവം തരുന്ന ആലോചന നിവൃത്തിയിരിക്കപ്പെടുക തന്നെ ചെയ്യും. ദാവീദ് അങ്ങനെയാണ് വെറുതെ ചിന്തിച്ചാൽ അവന്റെ ഉള്ളിൽ ദൈവം ആലോചന കൊടുത്തു. ഫെലിസ്ത്യരെ തോൽപ്പിച്ച് കെയിലയിലുള്ള ജനങ്ങളെ അവരെ രക്ഷിക്കണം. അത് മുഖാന്തരമായി ദൈവപ്രവർത്തികൾ വെളിപ്പെടണമെന്നുള്ള ദൈവ പദ്ധതി ആയതുകൊണ്ട് അവൻ ആലോചന കൊടുത്തപ്പോൾ അവൻ അതനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ രണ്ടാമത് ചോദിച്ചപ്പോൾ നീ ചെന്ന് അവരെ പരാജയപ്പെടുത്താൻ എഴുന്നേറ്റ് കെയിലയിലേക്ക് ചെല്ലുക, ഞാൻ ഫെലിസ്ത്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ ദാവീദും അവന്റെ ആളുകളും കെയിലയിലേക്ക് പോയി ഫെലിസ്ത്യരോട് പൊരുതി അവരുടെ ആടുമാടുകളെ അപഹരിച്ച് അവരെ കഠിനമായി തോൽപ്പിച്ച് കെയില നിവാസികളെ രക്ഷിച്ചു. സൈന്യം കൊണ്ടോ ശക്തി കൊണ്ടോ അല്ല, ദൈവത്തിന്റെ ആത്മാവിനാലാണ് നാം ദിവസങ്ങളിൽ നേടാൻ പോകുന്നത്. അവിടെ അന്ന് ജഡപരമായിട്ടുള്ള യുദ്ധമായിരുന്നു, പോരാട്ടമായിരുന്നു. പക്ഷെ ഇവിടെ ഈ ഫെലിസ്ത്യ ശക്തികൾ വന്ന് ഒരു ദേശത്തെ ആക്രമിക്കാൻ വന്ന് കൊള്ളയിടാൻ വേണ്ടി വന്നപ്പോൾ അതിന് അനുവദിച്ചു കൊടുക്കാതെ അവിടെ താമസിച്ചിരുന്ന ആ ദാവീദും കൂടെയുള്ളവരും കൂടി ആദ്യം അവര് വളരെയധികം എതിർപ്പായിരുന്നെങ്കിലും ഈ ദൈവത്തിന്റെ ആലോചന കേട്ട് കഴിഞ്ഞപ്പോൾ ദാവീദ് പുറപ്പെട്ടപ്പോൾ അവരുടെ കൂടെ പുറപ്പെട്ടു. ഇവരവിടെ ചെന്ന് പടപൊരുതി അവരെ കഠിനമായി തോൽപ്പിച്ച് കെയില നിവാസികളെ രക്ഷിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചാൽ രക്ഷയുണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചാൽ വിടുതലുണ്ട്. ദൈവം തന്നിൽ ആശ്രയിക്കുന്നവരെ കൈവിടാത്തവനാണ്. അവൻ ഏത് പ്രതിസന്ധി വരുമ്പോഴും അവിടുന്ന് മാറിപ്പോകുന്നവനല്ല, നമ്മോട് കൂടെ നിന്ന് ആലോചന പറഞ്ഞു തന്ന് എന്ത് ചെയ്യണമെന്ന് അവൻ വിവേകം തന്ന കാര്യങ്ങളെ ക്രമീകരിച്ചു നൽകുന്ന ദൈവത്തിനായി ഇന്ന് പകർച്ച ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ അത് ചെയ്ത് അഹീമേലെക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുന്നത്, അഹീമേലെക്കിന്റെ മകനായ അബത്യാർ കെയിലയിൽ ദാവീദിന്റെ അടുക്കൽ ഓടി വന്നപ്പോൾ കൈവശം ഇതുണ്ട്. അബത്യാറിനെ കുറിച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ പറയുന്ന അവന്റെ മാതാപിതാക്കളെ കൂടിയാക്കിയ, പക്ഷെ നോബിലുള്ള പുരോഹിതന്മാരെ എല്ലാം കൊന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കൊല്ലേണ്ട സമയമാ. പുരോഹിതന്മാരെ കൊന്നതുപോലെ ദാവീദിന്റെ മാതാപിതാക്കളെയും കൊന്നു കളയേണ്ടതാണ്. പക്ഷേ ദൈവത്തിന് മുമ്പായിട്ട് അവരെ ഒളിപ്പിച്ചതുപോലെ ഒളിപ്പിച്ചു. പക്ഷെ ഇവിടെ ഈ പുരോഹിതന്മാരെ കൊന്ന അബത്യാർ പുരോഹിതൻ ഓടി വന്നത്, അഹീമേലെക്കിന്റെ മകനായ അബത്യാർ കെയിലയിൽ ദാവീദിന്റെ അടുക്കൽ ഓടി വന്നപ്പോൾ കൈവശം ഏഫോദ് കൂടെ കൊണ്ടുവന്നിരുന്നു. ദാവീദ് കെയിലയിൽ വന്നിരിക്കുന്നെന്ന് ശൗലിന് അറിവ് കിട്ടി. ദൈവം അവനെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, വാതിലും ഓടാമ്പലുമുള്ള പട്ടണത്തിൽ കടന്നിരിക്കൊണ്ട് അവൻ കുടുങ്ങിയിരിക്കുന്നു എന്ന് ശൗല് പറഞ്ഞു. കെയിലയിലെത്തി അവർ രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഈ വാർത്ത അങ്ങ് പറഞ്ഞു. കാരണം കെയില നിവാസികൾ പേടിച്ചിരുന്ന ദാവീദ് വന്ന് അവർ കൊണ്ടുവരുമെന്ന് യുദ്ധം ചെയ്ത് അവിടെ ചെന്ന് അവരെ പരാജയപ്പെടുത്തി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ചെറിയൊരു കാര്യമല്ല, അത് പ്രസിദ്ധമായി. അപ്പൊ ഈ പ്രസിദ്ധമായി കഴിഞ്ഞപ്പോൾ കെയില നിവാസികൾ എങ്ങനെയാ രക്ഷപ്പെട്ടെന്ന് ചോദിച്ചപ്പോൾ ദാവീദ് മുഖാന്തരമാണെന്നുള്ളത് ദാവീദിന് ശത്രുവായിരിക്കുന്ന ശൗലിന് മനസ്സിലായി. ശൗൽ അന്നേരം ഇവനെ വാസ്തവത്തിൽ അംഗീകരിക്കുകയും ചെയ്യേണ്ടത്. ഈ കെയില നിവാസികളെ രക്ഷിച്ച ദാവീദിനെ അംഗീകരിച്ച് അവനോട് ഇണങ്ങുകയും ചെയ്യേണ്ടത്. പക്ഷേ ഇവൻ ഈ വാർത്ത കേട്ടപ്പോൾ അവന്റെ അസൂയ പിന്നെയും കൂടി. അവൻ എന്തിനെ വിചാരിച്ചു, എങ്ങനെയെങ്കിലും ഇവനെ പിടിക്കണം. കെയില നിവാസികളുടെ അടുക്കിൽ എത്തിയതുകൊണ്ട് പട്ടണം ഉറപ്പുള്ള പട്ടണമായതുകൊണ്ട് അവൻ കുടുങ്ങിയിരിക്കുന്നു, അവൻ രക്ഷപ്പെടത്തില്ല. ഇപ്പൊ ഇവൻ എടുത്ത പട്ടണമാണ്. അത് ഫെലിസ്ത്യർ കൈവശമാക്കിയിരുന്നെങ്കിൽ ശൗലിന് കുഴപ്പമില്ലായിരുന്നു, കെയില നിവാസികൾക്കും കുഴപ്പമില്ലായിരുന്നു. പ്രാർത്ഥിച്ച് നേടിയെടുത്തതാ, യുദ്ധം ചെയ്ത് നേടിയെടുത്തതാ. പക്ഷേ നേടിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവരും കൂടി എതിരായിട്ട് നിൽക്കുക. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളും ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവം അവരെ വിടിവിക്കുന്നു. പക്ഷേ അത് കിട്ടിക്കഴിയുമ്പോൾ
ഈ പ്രാർത്ഥിക്കുന്നവർക്കെതിരായിട്ട് മറ്റൊരു രീതിയിൽ അവര് എതിരായിട്ട് നിൽക്കും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ഏതാ സംഭവിക്കുന്നത്? ശൗലിന് അറിവ് കിട്ടിയപ്പോൾ ശൗല് വിചാരിച്ചു ഇവനെ കുടുങ്ങിയിരിക്കുന്ന ഉടനെ പിടിക്കാം. പിന്നെ ശൗൽ ദാവീദിന്റെയും അവന്റെ ആളുകളെയും വളയേണ്ടതിന് കെയിലയിലേക്ക് പോകുവാൻ സകല ജനത്തെയും യുദ്ധത്തിന് വിളിച്ചു കൂട്ടി. നോക്കണമേ, ഉപകാരം ചെയ്തതാണ്. ഉപകാരം ചെയ്തപ്പോൾ ഇവൻ എവിടെയാണെന്നുള്ള തെളിവ് കിട്ടിയപ്പോൾ ഉടൻ തന്നെ ഈ ശൗല് അവന്റെ പട്ടാളത്തെല്ലാം വിളിച്ചു, ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടി. ഇവനിപ്പോ വിഷയം കെയിലയെ പരാജയപ്പെടുത്താൻ വന്ന ഫെലിസ്ത്യരെ തോൽപ്പിച്ചതല്ല അവന് വലിയ കാര്യമായി തന്നത്. ഏത് വിധേനയും ദാവീദിനെ പിടിക്കണമെന്നാണ്. അവനെ പിടിച്ച് അവനെ ഇല്ലാതാക്കണമെന്നാണ് വിചാരിക്കുന്നത്. അതിനുവേണ്ടി ഇവൻ യുദ്ധത്തിന് വിളിച്ചുകൂട്ടി. ശൗൽ തന്റെ നേരെ ദോഷം ആലോചിക്കുന്നെന്ന് ദാവീദ് അറിഞ്ഞപ്പോൾ പുരോഹിതനായ അബദ്ധ്യാരോട് ഏഫോദ് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ ശൗൽ കെയിലയിലേക്ക് വന്ന് എന്റെ നിമിത്തം ഈ പട്ടണം നശിപ്പിക്കാൻ പോകുന്നു എന്ന് അടിയൻ കേട്ടിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഈ യുദ്ധം ഫെലിസ്ത്യനെ രക്ഷിച്ചു വിട്ടതാ, ഫെലിസ്ത്യനെ തോൽപ്പിച്ചു വിട്ടതാ. പക്ഷെ എന്റെ നിമിത്തം ഈ പട്ടണം വീണ്ടും ശൗലൊന്ന് യുദ്ധം ചെയ്ത് ഇവരെ കൊന്നുകളയാൻ ഇടയുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ദൈവം ചോദിക്കുക. ഇതിനൊക്കെ പുറകിൽ ദൈവത്തിന്റെ ആലോചനയുണ്ട് കേട്ടോ, ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പം ഈ ദൈവത്തിന്റെ ആലോചന അവിടെ അവൻ ചോദിച്ചപ്പോൾ പോകുന്നുവെന്ന് അടിയൻ കേട്ടിരിക്കുന്നു. കെയില പൗരന്മാർ എന്നെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? അടിയൻ കേട്ടിരിക്കുന്ന പോലെ ശൗൽ വരുമോ? ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അടിയനെ അറിയിക്കണമേ എന്ന് പറഞ്ഞു. അവൻ വരുമെന്ന് യഹോവ അരുളിച്ചെയ്തു. ഈ കെയില ദേശവാസികൾക്ക് ശൗലിനെ പിടിച്ചു കൊടുത്താൽ രക്ഷപ്പെടും. അതുകൊണ്ട് ഇവന്റെ നിമിത്തമാണ് ഇവിടെ യുദ്ധത്തിൽ വരുന്നുള്ളത് ദാവീദിന് മനസ്സിലായി. അപ്പൊ ദാവീദിന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. നമ്മൾ ഒന്നും അറിയാത്തത് പോലെ ഇരുന്നാൽ പറ്റത്തില്ല. കാര്യങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ പരിഹരിക്കാം, ഏത് രീതിയിൽ നമ്മളതിനെ മുൻപോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തയോടുകൂടി വേണം ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ദാവീദ് ചോദിച്ചു, കെയില പൗരന്മാർ എന്നെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? അവന് അടിയൻ കേട്ടിരിക്കുന്ന പോലെ ശൗൽ വരുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവൻ വരും, ഇവർ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ദാവീദ് അവിടെ വിട്ട് കെയില വിട്ട് ഓടിപ്പോയി എന്ന് ശൗൽ അറിഞ്ഞപ്പോൾ അവൻ യാത്ര നിർത്തിവെച്ചു. അവന്റെ യാത്ര മുടങ്ങി നിന്നില്ല. ആ ഒരു സന്ദർഭത്തിലാണ് തുടർന്നുള്ള ഭാഗം ഇരിക്കുന്നത്. ദാവീദ് മരുഭൂമിയിലെ ദുർഗങ്ങളിൽ താമസിച്ചു, സീപ്പ് മരുഭൂമിയിലെ മലനാട്ടിൽ പാർത്തു. ഇക്കാലത്തൊക്കെയും ശൗൽ അവനെ തിരഞ്ഞുകൊണ്ടിരുന്നു, എങ്കിലോ ദൈവം അവനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. അപ്പോൾ ശൗൽ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ദൈവം ഏൽപ്പിച്ചു കൊടുക്കാതെ ആർക്കും നമ്മളെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. അങ്ങനെ ഈ സീബ് മരുഭൂമിയിൽ വന്ന ഇവിടുന്ന് കെയിലയിൽ നിന്ന് ഓടി വന്ന് രക്ഷപ്പെട്ട ദാവീദും, ഞാൻ പശ്ചാത്തലം പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ഓടി വന്നപ്പോൾ ഇവിടെ ഒരു വാക്യം എഴുതിയിരിക്കുകയാണ്, എങ്കിലും ദൈവം അവനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ വിഷയങ്ങൾക്ക് പ്രതിസന്ധികൾ ഒരുപാട് വരും, പ്രശ്നങ്ങൾ ഒരുപാട് വരും. അത് നാം അകപ്പെട്ടു പോകുമോ എന്ന് വിചാരിക്കും. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മെ വിടിവിക്കേണ്ട സമയത്ത് അതിന് വേണ്ട ആലോചന നമ്മളെ വിടിവിക്കുന്നത് ദൈവത്തിന്റെ കൃപയുടെ ശക്തിയാണ്. ഇവിടെ ദൈവം അവനെ കയ്യിലേൽപ്പിച്ചില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഭാഗം അവൻ രക്ഷപ്പെട്ടു. ശൗലിന്റെ കയ്യിൽ നിന്നും അവൻ രക്ഷപ്പെട്ട് ഈ ദുഃഖങ്ങളിൽ പാർക്കുന്ന സമയത്താണ് ഈ ശൗല് ഇവനെ അവിടെ പിന്നാലെ തന്നെ കൂടിയിരിക്കുകയാണ്, ഇവനെ പിടിക്കാൻ വേണ്ടി തന്നെ ഇരിക്കുക. തന്റെ ജീവനെ തേടി ശൗൽ പുറപ്പെട്ടിരിക്കുന്നു ദാവീദ് കണ്ടു. അന്ന് ദാവീദ് സീബ് മരുഭൂമിയിൽ കാട്ടിലായിരുന്നു. എന്നാൽ ശൗലിന്റെ മകനായ യോനാഥാൻ പുറപ്പെട്ട ആ കാട്ടിൽ ദാവീദിന്റെ അടുക്കൽ ചെന്നവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി അവനോട് ഭയപ്പെടേണ്ട, എൻ്റെ അപ്പനായ ശൗലിനെ നിന്നെ പിടികിട്ടുകയില്ല, നീ ഇസ്രായേലിൽ രാജാവാകും, അന്ന് ഞാൻ നിനക്ക് രണ്ടാമനുമായിരിക്കും, അത് എൻ്റെ അപ്പനായ ശൗലും അറിയുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഈ ശൗലിന്റെ മകനായിരിക്കുന്ന യോനാഥാനും ശൗലും തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ ഇവനായിരിക്കുന്ന സ്ഥലത്ത് വന്ന് ഇവനോട് സന്ധി ചെയ്യാൻ വേണ്ടി യോനാഥാൻ വന്നു. ഇവനെ വന്ന് നോക്കണം, ശൗലിന് കാണാൻ പറ്റുന്നില്ല, പക്ഷെ യോനാഥാന് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞത്, ഇവിടെ എതിരായിരിക്കുന്ന ശൗലിനെ കാണാതെ അവനെ മറയ്ക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയും, അവന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. എന്നാൽ ശൗലിന്റെ മകനായിരിക്കുന്ന യോനാഥാന് ദാവീദിനെ ഇരിക്കുന്ന സ്ഥലത്തെല്ലാം ദൈവം അനുവദിച്ചു കൊടുത്തു. മനസ്സിലാക്കണം. അപ്പം ദാവീദിനെ പിടിക്കാൻ വേണ്ടി നടക്കുന്ന ശൗലിന്റെ പുത്രനാണ് യോനാഥാൻ. ഈ ശൗലിന്
അവനെ കയ്യിൽ കിട്ടാൻ കഴിഞ്ഞില്ല. എന്നാൽ യോനാഥാൻ എവിടെ വന്നു? ശൗലിന്റെ അടുക്കൽ വന്നു, ദാവീദിന്റെ അടുക്കൽ വന്നു. ആരാണ് യോനാഥാൻ? ആരാണ് യോനാഥാൻ? ശൗലിന്റെ മകനാണ്. ഞാൻ പറഞ്ഞത്, രാജാവായിരിക്കുന്ന ശൗലിന് ദാവീദിന്റെ അടുക്കൽ വരാൻ കഴിയാതിരിക്കുമ്പോൾ ശൗലിന് അനുകൂലമായിരിക്കുന്ന യോനാഥാന് അവന്റെ അടുക്കൽ വരുവാൻ ദൈവം അവന് വഴി കാണിച്ചു കൊടുത്തു. ദൈവത്തിന് മറയ്ക്കാൻ കഴിയും, ദൈവത്തിന് സൂക്ഷിക്കാൻ കഴിയും. എത്ര പേർ വിശ്വസിക്കുന്നു? ഇത് മനസ്സിലാക്കിയെടുക്കണം. അപ്പന് വരാൻ പറ്റിയില്ല, അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തില്ല, അവന് ശൗലിനെ കാണാൻ ദൈവം സമ്മതിച്ചു കൊടുത്തില്ല, ദൈവം അവനെ മാറ്റിക്കൊണ്ട് വിട്ടു. എന്നാൽ ഈ ദാവീദിന്റെ കൈ പിടിച്ച് ഉടമ്പടി ചെയ്യുവാൻ അവൻ ശൗലിന്റെ മകനായിരിക്കുന്ന യോനാഥാൻ ദാവീദിന്റെ അടുക്കൽ വന്ന് സംസാരിച്ചെന്ന്, അവന് കൈ കൊടുത്തെന്ന്, ഉടമ്പടി ചെയ്തെന്ന്. എന്നാൽ പിടിക്കാൻ വേണ്ടി നടക്കുന്ന ശൗലിന്റെ കയ്യിൽ ദൈവം ദാവീദിനെ ഏൽപ്പിച്ചു കൊടുത്തില്ല. ഒരു കുടുംബത്തിലെ രണ്ട് വ്യക്തികളാണ്, അപ്പനും മകനുമാണ്, ശൗലും യോനാഥാനും. ഞാൻ പറഞ്ഞല്ലോ, നമുക്കെതിരായിട്ടുള്ളവരെ, നമ്മളെ തൊടാതിരിക്കാൻ വേണ്ടി ദൈവം അവന്റെ യാത്രയെ നിർത്തിവെപ്പിക്കും. പകൽ സമയം എല്ലാവരും പറഞ്ഞാട്ട്, ചില ശത്രു പടക്കൂട്ടം പോലെ എഴുന്നേറ്റ് പിടിക്കാൻ വേണ്ടി ദിവസങ്ങളിൽ യാത്ര തിരിച്ചിട്ടുണ്ട്. അത് അവൻ സന്നാഹം കൂട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ 23-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ശൗൽ അറിഞ്ഞപ്പോൾ അവൻ യാത്ര നിർത്തിവെച്ചു. ഇന്ന് പകൽ സമയത്ത് ഉപവാസ പ്രാർത്ഥനയിൽ ഈ വർഷത്തിന്റെ പകുതി സമയത്ത് ശത്രു സന്നാഹമിട്ട് വർഷത്തിന്റെ ആരംഭം മുതൽ ഉപദ്രവിച്ചില്ലാതാക്കാൻ വേണ്ടി പല നാളുകളായി ചെയ്തിരിക്കുന്ന യാത്രകളെ ദൈവാത്മാവ് നിർത്തിവെപ്പിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പകൽ സമയം അതെ സന്നാഹം കൂട്ടി നമ്മെ പിടിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ശത്രു വരാതിരിക്കാൻ അവന്റെ യാത്രയെ മുടക്കിയതിനായി ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പല സന്ദർഭങ്ങളിലും ശത്രുവിന്റെ യാത്രയെ, ശൗലിന്റെ യാത്രയെ ദൈവം മുടക്കിയിട്ടുണ്ട്, മാറ്റിവിട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ സമയം നമുക്ക് വേണ്ടി ദൈവം ചില ശക്തികളുടെ യാത്രകളെ മുടക്കിയിരിക്കുകയാൽ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ആത്മാവിൽ കാണുവാൻ കഴിവുള്ളവർ ദൈവകരങ്ങളിൽ ദൈവത്തെ സ്തോത്രം ചെയ്താട്ട് ഇന്ന് പകൽ സമയം ചില ശക്തികളുടെ ഒരുക്കങ്ങളെ, സന്നാഹങ്ങളെ ദൈവം നിർത്തിവെച്ചതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട് എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് നിന്നെ പിടികൂടുവാൻ വേണ്ടി യാത്ര പുറപ്പെട്ട ചില ശക്തിയുടെ യാത്രകളെ ദൈവാത്മാവ് നിർത്തിവെച്ചിരിക്കുക. ഇന്ന് പകൽ സമയം ആത്മാവിൽ ജയമെടുക്കുകയാണ്. ദൈവം നിർത്തിച്ചാൽ നിനക്ക് അനങ്ങാൻ കഴിയത്തില്ല. പിശാചേ, നീ എത്രമാത്രം ഞങ്ങൾക്കെതിരെ പടപൊരുതുവാൻ വേണ്ടി സന്നാഹം ഒരുക്കിയാലും, ഏതെല്ലാം ദേശത്തിന്റെ പോരുകളെ അണിനിരത്തിയാലും, ഇന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾ ഒരുമിച്ച് പറയുകയാണ്, നിന്റെ യാത്രയെ മുടക്കുന്നവൻ ഞങ്ങളോട് കൂടെയുണ്ട്. അവൻ പറയാതെ ഞങ്ങളുടെ അടുക്കൽ നിനക്ക് ഒരു ശക്തിക്കും എത്താൻ കഴിയത്തില്ല. എന്നാൽ യോനാഥാന്റെ യാത്ര ദൈവം മുടക്കിയില്ല. ശൗലിന്റെ യാത്ര മുടക്കിയെങ്കിൽ ദൈവം യോനാഥാന്റെ യാത്ര മുടക്കാതെ ആ ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നതുപോലെ തുറക്കേണ്ട വഴി തുറക്കുവാനും അടയ്ക്കേണ്ട വഴി അടയ്ക്കുവാനും എന്റെ ദൈവത്തിന് കഴിയും. കരമുയർത്തി സ്തോത്രം ചെയ്താട്ട് ചില വഴികളെ ദൈവം അടയ്ക്കും, ചില യാത്ര ദൈവം അടയ്ക്കും. എന്നാൽ ദൈവം ചില വഴിയെ നമുക്ക് വേണ്ടി തുറക്കും. നമ്മുടെ ദൈവം എത്ര വലിയവനാണ്, എത്ര ഉന്നതനാണ്, അവന്റെ പ്രവൃത്തി എത്ര ഭയങ്കരനാണ്. ശൗലിന്റെ യാത്ര മുടക്കിച്ചെങ്കിൽ അവന്റെ മകന്റെ യാത്രയെ സഫലമാക്കി ദാവീദിനോട് അവനെ ധൈര്യപ്പെടുത്തുവാൻ വേണ്ടി എത്തിക്കുവാൻ കഴിഞ്ഞെങ്കിൽ ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവ് എത്ര വലിയവനാണ്, എത്ര ഉന്നതനാണ്, അവൻ ആലോചനയിൽ എത്ര ഭയങ്കരനാണ്. ഇതല്ലേ ഈ ഭാഗം നമ്മൾ വെറുതെ വായിച്ചു പോയാൽ മനസ്സിലാകത്തില്ല. ആത്മാവിൽ അതിന്റെ മർമ്മങ്ങൾ വെളിപ്പെടുമ്പോൾ മാത്രമേ അതിന്റെ പുറകിൽ മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ. ശൗലേ, നിന്റെ യാത്രയെ ദൈവം മുടക്കും, എന്നാൽ നിന്റെ മകന്റെ യാത്രയെ ദൈവം സഫലമാക്കും. അതാണ് ഇവിടെ സംഭവിച്ചത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, അനുകൂലം അല്ലാത്തവന്റെ പ്രതികൂലമായവന്റെ യാത്രയെ ദൈവം മുടക്കും, എന്നാൽ അനുകൂലമായവന്റെ യാത്രയെ ദൈവം നമുക്ക് എന്ത് ചെയ്യും? തുറന്നു തരും. അതാണ് ഇവിടെ സംഭവിച്ചത്. വന്ന് താമസിക്കുക വന്നിട്ട്
നിനക്ക് രണ്ടാമനുമായിരിക്കും അത് എൻ്റെ അപ്പനും അറിയുന്നത് പറഞ്ഞു. ഇങ്ങനെ അവർ തമ്മിൽ യഹോവയുടെ സന്നിധിയിൽ ഉടമ്പടി ചെയ്തു. ദാവീദ് കാട്ടിൽ താമസിക്കുകയും യോനാഥാൻ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അനന്തരം സീഫർ ഗിബയിൽ ശൗലിന്റെ അടുക്കൽ വന്നു. ഇവര് തക്കമന്വേഷിച്ച് കിട്ടിയത് അവർക്ക് മനസ്സിലായി. ഈ സീഫർ എന്നുള്ളവര് അവര് ഉടൻ തന്നെ രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, അന്ന് ദാവീദ് ഒന്നുമല്ലാത്ത കാട്ടിൽ പാർക്കുന്ന ഒരുവനല്ലേ, പക്ഷേ ഇവന്റെ മേലുള്ള അഭിഷേകം സീഫറെ നിങ്ങൾക്കറിയത്തില്ല, അവൻ ആരാണെന്ന് അറിയത്തില്ല. ദൈവത്തിന്റെ അഭിഷേകമുള്ളവൻ യിസ്രായേലിന്റെ രാജാവാകേണ്ടവനാ. നിങ്ങൾ ഈ അന്ന് ശൗല് രാജാവായതുകൊണ്ട് അവന്റെ പ്രീതി തേടാൻ വേണ്ടി ഇവർ ചെന്ന് പറയുകയാണ്. സീഫർ ഗിബയിൽ ശൗലിന്റെ അടുക്കൽ വന്ന്, ദാവീദ് ഞങ്ങളുടെ സമീപം മരുഭൂമിക്ക് തെക്കുള്ള ഹഖീല മലയിലെ വനദുർഗങ്ങളിൽ ഒളിച്ചിരിക്കുന്നു. ആകയാൽ രാജാവെ, തിരുമനസ്സിലെ ആഗ്രഹം പോലെ വന്നു കൊള്ളണമേ. അവനെ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് കാര്യം ഞങ്ങൾ ഏറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ സീഫർ നോക്കിയപ്പോൾ ഈ ദാവീദ് അറിയാതെ തന്നെ ഇവര് പോയി ഈ ശൗലിന് ആലോചന പറഞ്ഞു കൊടുത്തു. ഇവൻ വനദുർഗത്തിൽ ഒളിച്ചിരിക്കുന്നുണ്ട്, നീ വന്നാൽ മതി. നിന്റെ ആഗ്രഹമാണ് ഞങ്ങൾക്കറിയാം. നിന്റെ ആഗ്രഹം എന്താണ് ഞങ്ങൾക്കറിയാം. ശൗലിനെ നിന്റെ ആഗ്രഹം ദാവീദിനെ പിടിക്കാനുള്ളതാണ്. ഫെലിസ്ത്യർ വന്ന് തോൽപ്പിക്കുന്നതൊന്നുമല്ല വിഷയം. നിന്റെ ആഗ്രഹം ഈ ദാവീദിനെ പിടിച്ചു കൊല്ലണം, അതാണ്. അതുകൊണ്ട് നിന്റെ ആഗ്രഹം പോലെ വന്ന് കൊല്ലണവനെ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റിരിക്കുന്നു പറഞ്ഞു. നമ്മള് ഈ സങ്കീർത്തനം വായിച്ചത് ഇങ്ങനെയാണ്. നമ്മൾ വായിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നത്, അവർ അവനെ അവരുടെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടിവിച്ച് രക്ഷിക്കുന്നു. അപ്പൊ ദൈവം വിടിവിച്ച് രക്ഷിക്കുന്നവനെ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി സീഫർ ഒരുങ്ങിയെന്ന്, ശത്രു അവരെ കരങ്ങളിലെടുത്തെന്ന് ഒരു വിടുതലുണ്ടായി സന്തോഷത്തോടെ അല്പസമയം ആശ്വസിക്കുമ്പോഴാണ് അടുത്ത പ്രതിസന്ധിയായി സീഫർ എഴുന്നേൽക്കുന്നത്. അത് ദൈവമക്കൾക്ക് അടിക്കടി പ്രശ്നം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് അവർ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നത് പറയുന്നത് നീതിമാന്മാരുടെ അനർത്ഥങ്ങൾ എന്താണ്? അസംഖ്യമാകുന്നു. അതിന്റെ ബാക്കി എന്താ പറയുന്നത്? എന്നാൽ യഹോവ അവയെല്ലാറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു? വിടിവിക്കുന്നു. ഒന്ന് ഉച്ചയ്ക്ക് ശ്വാസം ഒന്ന് ശ്വസിച്ച് സന്തോഷത്തോടെ കടന്നു കഴിച്ച് രാത്രി ആയപ്പോൾ അടുത്ത പ്രശ്നം വന്നു കഴിയും അല്ലേ? ഒരു വിഷയം ഒന്ന് ഏകദേശമൊക്കെ ഒന്ന് ഒതുങ്ങി ഒന്ന് ആശ്വസിക്കാൻ കഴിയുമ്പോൾ അടുത്ത പ്രശ്നം ഉയർന്നു കഴിയുക. എന്താണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉയരുന്നത്? എന്താണ് നമുക്കെതിരെ പ്രതിസന്ധികൾ എഴുന്നേൽക്കുന്നത്? അത് എഴുന്നേറ്റോട്ടെ, ദൈവം അറിയാതെ ഒന്നുമില്ലല്ലോ. ദൈവത്തോടെ, കർത്താവേ, ഏത് പ്രതിസന്ധിയോടെ ഞാൻ പോയാലും ഞങ്ങളുടെ സ്വസ്ഥത നഷ്ടപ്പെടാൻ നീ സമ്മതിക്കരുത്. നീ ഞങ്ങൾക്ക് സമാധാനം നൽകണം. നീ ഞങ്ങളോട് ഇടപെടണം. നീ അറിയാത്ത ഒരു വിഷയം നടക്കുകയില്ല, നീ അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ഇവര് പറയാണ്, ഞങ്ങൾ അവനെ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ച കാര്യം ഞങ്ങൾ ഏറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. അവരെ അങ്ങ് ഏൽക്കുകയാണ് ചെയ്യുന്നത്. ഇന്നും ഈ ദുഷ്ടൻ വെല്ലുവിളിച്ച് പറയുന്നുണ്ട്, ഇവനെ ഒതുക്കുന്ന കാര്യം ഞാൻ ഏറ്റിട്ടുണ്ടെന്നുള്ളത്, ഈ കുടുംബത്തെ തകർക്കുന്ന കാര്യം ഞാൻ ഏറ്റിട്ടുണ്ടെന്നുള്ളത്. പാരമ്പര്യ ശക്തി വെല്ലുവിളിക്കുന്നുണ്ട്. ഇതുവരെയും ഒതുക്കാൻ കഴിയാത്ത, ഈ ദിവസങ്ങളിൽ ഇല്ലാതാക്കാൻ കഴിയാത്ത, അവർ പരിശ്രമിച്ചിട്ടും ഇല്ലാതാക്കാൻ കഴിഞ്ഞിരിക്കുന്ന ശക്തികൾ എഴുന്നേറ്റ് വെല്ലുവിളിക്കുകയാണ്. ഇപ്രാവശ്യം ഞങ്ങളത് ചെയ്തു തരാമെന്ന്. 2025 നീ പ്രാരംഭ സമയം മുതൽ അത് തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ആത്മാവിൽ നിന്റെ സകല പദ്ധതികളെയും പൊളിച്ചു കളയുന്ന, ദുഷ്ടന്റെ സകല ആലോചനയും ഇല്ലാതാക്കി കളയുന്ന യേശുവിന്റെ നാമത്തിൽ ദൈവമക്കൾക്കെതിരെയുള്ള ദുഷ്ടന്റെ സന്നാഹങ്ങളും അവന്റെ സകല ആഗ്രഹങ്ങളെയും യേശുവിൻ നാമത്തിൽ ഇല്ലായ്മ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. അതങ്ങനെ തന്നെ ആകട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ തന്നെ ആയി പോകട്ടെ. ആ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്ന കാര്യം ഞങ്ങൾ ഏറ്റിരിക്കുന്നുണ്ട്. പക്ഷെ അതിന് മുകളിലൊരു കാര്യം അവർക്ക് അറിയത്തില്ലായിരുന്നു. നിങ്ങളേറ്റാൽ അത് ഏൽപ്പിക്കണമെങ്കിൽ കൈകൊണ്ട് മെനഞ്ഞവൻ സമ്മതിക്കണം. സൃഷ്ടിതാവ് അറിയാതെ നമ്മെ തൊടാൻ ഒരുത്തനും കഴിയത്തില്ല. നമ്മുടെ രക്ഷിതാവ് അറിയാതെ ഒരുവനും നമ്മെ തൊടുവാൻ കഴിയത്തില്ല. ആരെല്ലാം ഏൽപ്പിച്ചു തരാമെന്നും പിടിക്കാമെന്നും ഏറ്റിരുന്നാലും അതിന് മുമ്പേ നമുക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കുന്ന ദൈവമുണ്ട്. നിന്റെ പദ്ധതിയെ തകർത്തുകളയുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. അവൻ ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഞങ്ങൾ മനസ്സ് തകരുമ്പോൾ ഞങ്ങൾക്ക് സമീപസ്ഥനായി അവൻ അടുത്തു വരുന്ന ദൈവമാണ്.
അത് ഞങ്ങൾക്ക് ജയമാക്കി തീർക്കും. നീ കൊണ്ടിരുന്ന സകല വെല്ലുവിളികളും യുദ്ധങ്ങളും ജയത്തിന്റെ കകളം മുഴക്കുവാൻ ദൈവം ഞങ്ങളെ ജയാളികളാക്കി മാറ്റുമെന്നാണ് തുടർന്നുള്ള ഭാഗങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ സമയം മുമ്പോട്ട് പോയിട്ട് അധികം അതേക്കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഈ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചതാന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾ ഏറ്റിരിക്കുന്നത് പറഞ്ഞു. അതിന് ശൗൽ പറഞ്ഞത്, നിങ്ങൾക്ക് എന്നോട് മനസ്സിൽ തോന്നിയിരിക്കൊണ്ട് നിങ്ങൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഇവിടെ പറയാണ് ഈ ശൗലും യഹോവയുടെ നാമത്തിലൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷേ വിഷയം നോക്കുക, അഭിഷേകമുണ്ടെങ്കിൽ നീ ആരുടെയും പുറകെ അസൂയ കൊണ്ട് പോകത്തില്ല, നീ ആരെയും കൊല്ലാൻ വേണ്ടി പോകത്തില്ല. അഭിഷേകമുള്ളോ ഇല്ലാത്ത തമ്മിൽ വ്യത്യാസം അതാണ്. ദൈവിക അഭിഷേകമുണ്ടോ അവൻ ആരെയും കൊല്ലാൻ വേണ്ടി പോകത്തില്ല എന്ന് പറഞ്ഞത്. ദാവീദ് കൊന്നില്ലെന്ന് ചോദിച്ചാൽ അന്നത്തെ കാലത്ത് ശത്രുക്കളെ അവൻ കൊന്നു കളഞ്ഞത്. അത് ജഡയുദ്ധങ്ങളായിരുന്നു. അവനൊരിക്കലും ഇസ്രായേൽ ജനത്തോട് യുദ്ധം ചെയ്യാനോ അല്ലെങ്കിൽ അവരോടുള്ള രീതിയിൽ അവർക്കെതിരെ നിൽക്കാനോ അവൻ ചെയ്തില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇസ്രായേൽ ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തിട്ട് അതിന്റെ ആവശ്യകത ഉണ്ടായിട്ടുണ്ട്. സന്ദർഭങ്ങളാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഓരോ സന്ദർഭത്തിനനുസരിച്ച് ചിന്തിക്കണം. ഇവിടുത്തെ സന്ദർഭം എന്ന് പറയുമ്പോൾ ദാവീദ് ഒരിക്കലും ശൗലിനെ കൊല്ലാനോ രാജാവാകാനോ അവൻ താല്പര്യപ്പെട്ടില്ല എന്നുള്ളത് യോനാഥാൻ അറിയാമായിരുന്നു. യോനാഥാൻ പറഞ്ഞു, നീ രാജാവാകും നിശ്ചയമുള്ള കാര്യമാണ് എന്നുള്ള കാര്യം അവൻ അറിയാമായിരുന്നു. ഈ ശൗലിനും അറിയാമായിരുന്നു ഇവനാകുമെന്ന്. പക്ഷെ അവനെ ആക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവൻ പടപൊരുതുന്നത്. ദൈവം അനുവദിച്ച, ദൈവം ആഗ്രഹിച്ച, ദൈവം അഭിവൃദ്ധി നൽകിയാൽ നീ എന്തിനാ അസൂയപ്പെടുന്നത്? ദൈവമാണ് അഭിവൃദ്ധി നൽകുന്നെങ്കിൽ നീ എന്തിനാ ദുഷ്ടപിശാചേ ദൈവമക്കൾക്കെതിരെ നീ അസൂയപ്പെടുന്നത് എന്തിനാ? ദൈവം തന്നിരിക്കുന്ന അഭിവൃദ്ധിയെ, ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹത്തെ നിനക്ക് തടയാൻ കഴിയത്തില്ല. നീ എത്ര സന്നാഹം കൂട്ടിയാലും അതിനെ തടയാൻ നിനക്ക് കഴിയത്തില്ല, പറിച്ചു കളയുവാൻ കഴിയത്തില്ല, നിനക്ക് ഞങ്ങളെ ഒതുക്കിക്കളയാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ ആലോചനയുണ്ട്, നിന്റെ കയ്യിൽ ഞങ്ങളെ ഏൽപ്പിക്കുകയില്ല. ദൈവത്തിന്റെ ഉപദേശമാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവിക കാര്യങ്ങളാണ്. അങ്ങനെ കണ്ടവരിൽ അതെല്ലാം അറിഞ്ഞുകൊള്ളുവീൻ, അവൻ വലിയ ഉപായിയാകുന്നു എന്ന് ഞാൻ കേട്ടിരിക്കുന്നു. ആകയാൽ അവൻ ഒളിച്ചിരിക്കുന്ന ഒളിവിടങ്ങളെ എല്ലാം കണ്ടറിഞ്ഞു വന്ന് സൂക്ഷ്മവിവരം എന്നെ അറിയിപ്പീൻ, ഞാൻ നിങ്ങളോട് കൂടെ പോരും. അവൻ ദേശത്ത് എങ്ങാനും ഉണ്ടെന്ന് വരികിൽ ഞാൻ അവനെ യഹൂദാ സഹസ്രത്തിലൊക്കെയും അന്വേഷിച്ച് പിടിക്കും. അങ്ങനെ പിടിക്കും എന്ന് അവന്റെ ആഗ്രഹം പറയുക. അങ്ങനെ അവൻ പുറപ്പെട്ട് ശൗലിന് മുമ്പ് സീഹിലേക്ക് പോയി പിടിക്കും. അങ്ങനെ അവർ പുറപ്പെട്ട് ശൗലിന് മുമ്പ് സീഹിലേക്ക് പോയി. എന്നാൽ ദാവീദും അവന്റെ ആളുകളും മരുഭൂമിയുടെ തെക്കേ അരാബയിലെ മാവോൻ മരുവിലായിരുന്നു. ശൗലും അവന്റെ പടജനവും അവനെ തിരയുവാൻ പുറപ്പെട്ടു. ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ അവൻ മാവോൻ മരുഭൂമിയിലെ സേലയിൽ ചെന്ന് താമസിച്ചു. ഇങ്ങനെ ദാവീദും പടജനവും വരുന്നത് സീക്രട്ടായിട്ടില്ല. കാരണം വലിയൊരു പടജനം വരുമ്പോൾ മനസ്സിലായി അന്വേഷിച്ച് വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ മാവോൻ മരുവിലെ സേലയിൽ ചെന്ന് താമസിച്ച് ശൗൽ അത് കേട്ടപ്പോൾ മാവോൻ മരുവിൽ ദാവീദിനെ പിന്തുടർന്നു. ശൗൽ പർവ്വതത്തിന്റെ ഇപ്പുറത്തും ദാവീദും ആളുകളും പർവ്വതത്തിന്റെ അപ്പുറത്തും കൂടി നടന്നു. ഒരു പർവ്വതത്തിന്റെ അപ്പുറം ഇപ്പുറം നടക്കുക, രണ്ടു കൂട്ടരും ചുറ്റി നടക്കുക. അറിയാമല്ലോ, പർവ്വതത്തിന്റെ ഒളിച്ചും പാത്തും കളിച്ചിട്ടില്ലേ? നമുക്ക് അറിയാം, ഒരു സ്ഥലത്തിന്റെ അങ്ങേ സൈഡിൽ ഇങ്ങേ സൈഡിൽ ദാവീദും കൂട്ടരും ഒരു സൈഡിൽ കൂടെ പോകുമ്പോൾ മറുഭാഗത്തോടെ ശൗലും അവന്റെ സൈന്യവും പിന്തുടരുകയാണ്. ശൗൽ പർവ്വതത്തിന്റെ ഇപ്പുറത്തും ദാവീദും ആളുകളും പർവ്വതത്തിന് അപ്പുറത്തും കൂടി നടന്നു. ശൗലിനെ ഒഴിഞ്ഞു പോകുവാൻ ദാവീദ് ബന്ധപ്പെട്ടു. ശൗലും പടജനവും ദാവീദിനെയും അവന്റെ ആളുകളെയും വളഞ്ഞു പിടിപ്പാൻ അടുത്തു. ഒരു പർവ്വതത്തിന് ചുറ്റും നടക്കുക. ആലോചിച്ച് നോക്കണം കേട്ടോ. പറഞ്ഞാൽ ആലോചിച്ച് നോക്ക്, ശൗലും കൂട്ടരും കൂടി നടന്നു വരുമ്പോൾ മറുഭാഗത്ത് ദാവീദും കൂട്ടരും എത്തും. അങ്ങനെ ചുറ്റി നടക്കുമ്പോൾ ഈ വളഞ്ഞു പിടിക്കത്തിൽ ശൗലിന്റെ കൂടെയുള്ള കൂട്ടൻ രണ്ടു കൂട്ടരായിട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടർ ഇങ്ങോട്ടും ഒരു കൂട്ടർ അങ്ങോട്ടും ആയി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഒളിച്ചുകളി നടക്കത്തില്ല. ആലോചിച്ച് നോക്കണം. ദാവീദും ഒരു കൂട്ടരും അവര് പർവ്വതത്തിന് ചുറ്റും നടക്കുക, മറുഭാഗത്തോടെ ശൗൽ നടക്കുക. ശൗലിനെ കിട്ടാതെ വന്നപ്പോഴത്തേക്ക് ശൗലിന്റെ കൂട്ടത്തിലുള്ളവർ രണ്ടായിട്ട് തിരിഞ്ഞു. ഒരു കൂട്ടർ അങ്ങോട്ടും പോയി, ഒരു കൂട്ടർ ഇങ്ങോട്ടും പോയപ്പോൾ ദാവീദ് കൂട്ടരോടെ പോകും. അങ്ങനെ ബന്ധപ്പെട്ടു. വല്ലാത്ത പ്രയാസത്തിലായി, പിടിക്കപ്പെടുമെന്നുള്ള ഒരു അവസ്ഥയെത്തി. നമ്മൾ വിചാരിച്ചു തീർന്നു പോകുമെന്ന്, ഇതോടെ തീരുമെന്ന്. മാവോൻ മരുഭൂമിയിൽ സേലയിൽ പാർത്ത മാവോൻ മലയുടെ ഒരു സൈഡിൽ നിൽക്കുന്ന ദാവീദും കൂട്ടരും വിചാരിച്ചു
ചുറ്റും വളഞ്ഞു പിടിക്കത്തക്കവണ്ണം ശൗലും കൂട്ടരും കൂടി അവരെ കറങ്ങി നടത്തിട്ട് കിട്ടിയില്ലാത്തപ്പോൾ വളഞ്ഞു പിടിക്കുവാൻ അവർ രണ്ട് ഭാഗത്തൂടെ വന്നു കഴിഞ്ഞപ്പോൾ ദാവീദിനും കൂട്ടർക്കും മറു വഴി ഇല്ലാതെ വന്ന സമയത്ത് എല്ലാം നിശ്ചലമായി തീർന്നു എന്നും വിചാരിക്കുന്ന സമയത്ത് നിന്നെ തീർത്ത് കളയുവാൻ കയ്യിൽ ഏൽപ്പിക്കയില്ല എന്ന് പറഞ്ഞവൻ അവൻ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. അത് ഏതെല്ലാം ശക്തി വളഞ്ഞു പിടിക്കാൻ ശ്രമിച്ചാലും ഇന്ന് പകൽ സമയം ആത്മാവിൽ ഏറ്റെടുത്തുകൊള്ളുക. ദുഷ്ടൻ ഏതെല്ലാം വിധത്തിൽ വളഞ്ഞു പിടിക്കാൻ വേണ്ടി ശ്രമിച്ചാലും അത് നമുക്ക് മുമ്പോട്ട് പോകുവാൻ ഒരു വഴിയും കാണാതെ നീ നിശ്ചലമായി പോകുന്ന സ്ഥലത്തും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരത്തിന്റെ ശക്തി ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ വ്യാപരിക്കുന്നു. ഒരു അനിശ്ചിതാവസ്ഥയിലായിരിക്കുന്ന ജീവിതമേ, എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്ന ജീവിതമേ, കുറച്ചു നാൾ നീ ഒളിച്ചു നടന്നു, പർവ്വതത്തിന് ചുറ്റും നീ ഒളിച്ചു നടക്കിയ ചില സമയങ്ങൾ അങ്ങനെ നടക്കാൻ പറ്റും. പക്ഷേ ഇവർക്ക് മനസ്സിലായി, ഇവിടുന്ന് വരുമ്പോൾ അപ്പുറത്തെ സൈഡിൽ പോകുന്നു, അവിടുന്ന് ഇവിടെ വരുന്നു, രണ്ട് കൂട്ടി രണ്ട് വഴിയിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എങ്ങോട്ട് പോകും? ഒരു വഴിയുമില്ലാതെ വന്നപ്പോൾ, ഒരു വഴിയുമില്ലാതെ വരുമ്പോൾ, ഒരു ഗതിയുമില്ലാതെ വരുമ്പോൾ, ഒരു പോംവഴിയുമില്ലാതെ വരുമ്പോൾ പരീക്ഷയോട് കൂടെ നീക്കുപോക്കും പോംവഴിയും നൽകുന്ന ദൈവം അവിടെ ഇടപെടുവാനിടെ അതാണ് പറയുന്നത്. പരീക്ഷയോടൊപ്പം നീക്കുപോക്കും ദൈവം നൽകുന്നവനാ. ദൈവമക്കളെ, നമുക്ക് നീക്കുപോക്കില്ലാത്ത വിഷയങ്ങളില്ല, നമുക്ക് പരിഹാരമില്ലാത്ത വിഷയങ്ങളില്ല. കരമുയർത്തി എല്ലാവരും ഇരിക്കുന്ന സ്ഥലങ്ങളിൽ സ്തോത്രം ചെയ്താട്ടെ. അതെ, പരിഹാരമില്ലാത്തൊരു വിഷയമില്ല, പരിഹാരമില്ലാത്തൊരു രോഗമില്ല, പരിഹാരമില്ലാത്തൊരു കടമില്ല, പരിഹാരമില്ലാത്തൊരു വിഷയമില്ല. നീക്കുപോക്കില്ല എന്ന് വിചാരിക്കുമ്പോൾ, ശത്രു നിന്നെ വളഞ്ഞു പിടിക്കുമെന്ന് വിചാരിക്കുമ്പോൾ, ഇതോടെ തീരുമെന്ന് വിചാരിക്കുമ്പോൾ, ഇന്ന് പകൽ സമയം ആത്മാവിൽ വിളിച്ചു പറയുക, നീക്കുപോക്കില്ലാത്തടത്ത് അതേ നീക്കുപോക്ക് നൽകുന്ന ഞങ്ങളുടെ ദൈവം എന്നും ജീവിക്കുന്നു. അവന്റെ പേരാണ് നസനായിരിക്കുന്ന യേശു. അവനിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. വളഞ്ഞു പിടിപ്പാൻ അടുത്തു. ഇനി രക്ഷയില്ല. 2025 ഈ ജൂൺ മാസം 25-ാം തീയതി ചില വളഞ്ഞു പിടിക്കാൻ അടുത്തിരിക്കുന്ന ശക്തികളെ ഇന്ന് പകൽ സമയം ചില വാർത്തകൾ കേൾപ്പിച്ച് ദൈവം അവിടെ യാത്രയെ മാറ്റിവിടുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതെ, യാത്ര തടയാൻ ദൈവത്തിന് കഴിയും, നിർത്തിവെപ്പിക്കാൻ കഴിയും, നിന്നെ മടക്കി അയക്കുവാനും എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന്. നിന്നെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. അതെ, യാത്ര മുടക്കി അവനെ പറഞ്ഞു വിട്ടതാണ് ഒന്നാമത്തെ ഭാഗം നാം കണ്ടതെങ്കിൽ, നാം കയ്യിലയിൽ നിന്ന് അവനെ മടക്കി അയച്ചെങ്കിൽ അതാണ് നമ്മൾ ഒന്നാമത് കണ്ടത്. അപ്പോൾ വചനം നമ്മൾ എടുത്ത വാചനം 23-ാം അധ്യായം 14-ാം വാക്യമാണ്. ദാവീദ് മരുഭൂമിയിലെ ദുർഗങ്ങളിൽ താമസിച്ചു, സീബ് മരുഭൂമിയിൽ ഒക്കെയും മലനാട്ടിൽ പാർത്തിക്കാലത്തൊക്കെയും ശൗൽ അവനെ തെരഞ്ഞുകൊണ്ടിരുന്നു, എങ്കിലും ദൈവം അവനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. അതിന്റെ മോളിൽ പറഞ്ഞിരിക്കുന്നത്, ആളുകളും കെയില വിട്ട് പുറപ്പെട്ട് തരം കണ്ടെടുത്ത് സഞ്ചരിച്ചു, ദാവീദ് കെയില വിട്ട് ഓടിപ്പോയി എന്ന് ശൗൽ അറിഞ്ഞപ്പോൾ അവൻ യാത്ര നിർത്തിവെച്ചു. ചില വാർത്ത കേട്ട് ഇവൻ ഓടിപ്പോയെന്ന് അറിഞ്ഞപ്പോൾ രക്ഷയിൽ നിന്നുകൊണ്ട് അവൻ എന്ത് ചെയ്ത് യാത്ര നിർത്തിവെച്ച് മടങ്ങിപ്പോയി. എന്നാൽ വീണ്ടും യാത്ര തുടങ്ങിയ ശൗലും കൂട്ടരും പിടിക്കത്തക്കവണ്ണമുള്ള കാര്യം വന്നപ്പോൾ, ഇവനെ പിടിച്ചു കൊടുക്കത്തക്കവണ്ണമുള്ള വഴികൾ തുറന്നു കൊടുത്തപ്പോൾ, എന്തുകൊണ്ടാണ് പോരാട്ടങ്ങൾ വർദ്ധിക്കുന്നത്? എന്തുകൊണ്ടാണ് വിഷയം സങ്കീർണമാകുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് വല്ലാതെ കണ്ണുനീർ കൂടുന്നത്? എന്തുകൊണ്ടാണ് ഓരോ വിഷയം കൂടുന്തോറും വിഷയങ്ങൾ വർദ്ധിക്കുന്നത് ചോദിക്കുമ്പോൾ, ഞാൻ നിങ്ങളും ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്നത്. പ്രശ്നങ്ങൾ വരുന്ന നീതിയോടെ നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. നമ്മുടെ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ ഇന്ന് പകർച്ച നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. അവൻ്റെ കരങ്ങളിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. അവൻ അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ഈ മാവോൻ പർവ്വതത്തിൻ്റെ അപ്പുറമായി അവനെ എത്തിപ്പിടിക്കാൻ വേണ്ടി അവർ ഒരുങ്ങി സകല സന്നാഹങ്ങളുമായി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ശൗൽ ദാവീദിനെ പിന്തുടർന്ന് പിടിപ്പാൻ അടുത്തു. അപ്പോൾ ശൗലിന്റെ അടുക്കൽ ഒരു ദൂതൻ വന്ന്, ക്ഷണം വരണം, ഫെലിസ്ത്യർ ദേശത്തെ ആക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു.
നീ പിടിക്കപ്പെടും എന്നുള്ള സമയമെടുക്കുമ്പോൾ നിന്റെ ശത്രുവിനെ മടക്കി അയക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എന്ന പകൽ സമയം ചില കുടുംബങ്ങളിൽ മേൽ വളഞ്ഞു പിടിക്കുവാൻ, ചില തലമുറയെ വളഞ്ഞു പിടിക്കുവാൻ ചില ശക്തികൾ അതിൻ്റെതായ തന്ത്രങ്ങളെല്ലാം മെനഞ്ഞ് കൈ നീട്ടുന്ന സമയം വരുമ്പോൾ ദൈവം അവരുടെ കൈ മടക്കി ചയക്കുന്ന ദൈവപ്രവർത്തിക്കായി സ്തോത്രം ചെയ്യുക. അവർ പറയാണ്, ക്ഷണം നീ വരണം. ശൗലിനെ പിടിക്കാൻ വേണ്ടി ഓങ്ങിയ കരം അതുപോലെ തന്നെ താഴ്ത്തിയിട്ടിട്ട് ഫെലിസ്ത്യരെ തോൽപ്പിക്കാൻ വേണ്ടി അവൻ മടങ്ങിപ്പോകേണ്ടി വന്നു. ഇന്ന് പകർസമയം നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. അവൻ പ്രവൃത്തിയിൽ ഭയങ്കരനായതുകൊണ്ട് ഈ ഒരു ദൂത് ദൈവത്തോടെ അറിയിച്ചു. ഫെലിസ്ത്യരെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചിട്ട് അഭിഷക്തനായിരിക്കും ദാവീദിന്റെ പ്രതിസന്ധിയിൽ അവൻ പിടിക്കപ്പെടുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ക്ഷണത്തിൽ അവിടെ ദൂതൻ വന്ന് പറഞ്ഞു, നീ വേഗത്തിൽ ഇവിടെ മടങ്ങി വേണം, ദേശം ആക്രമിക്കപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു. ഉടനെ ശൗൽ ദാവീദിനെ പിന്തുടർന്ന് വിട്ട് ഫെലിസ്ത്യരുടെ നേരെ പോയി. ആകെയ ആ സ്ഥലത്തിന് സേല ഹമ്മ കോത്ത് എന്ന് പേരായി. ദാവീദോ അവിടം വിട്ട് കയറിപ്പോയി എൻഗേദിയിലും ദുർഗങ്ങളിലും ചെന്ന് പാർത്തു. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ വിട്ടുപോകേണ്ടവൻ വിട്ടുപോകുമെന്ന് ഇത്ര വിശ്വസിക്കുന്ന പകൽ സമയം. ദാവീദേ, നീ പിടിക്കപ്പെട്ടെന്ന് വിചാരിച്ചതാ, കൂടെയുള്ള വിചാരിച്ച് തീർന്നു പോകുമെന്ന് വിചാരിച്ചതാ. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഓ യഹോവേ, യഹോവ അവനെ സഹായിച്ച് വിടിവിക്കുന്നു. അവർ അവനിൽ ആശ്രയിക്കൊണ്ട് അവനവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടിവിച്ച് രക്ഷിക്കുന്നു. അതെ, നിശ്ചയമായിട്ടും വിടിവിച്ച് രക്ഷിപ്പാൻ നമ്മുടെ കർത്താവ് ശക്തിയുള്ളവനാണ്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഭാഗം കൂടി ഞാൻ അതിലേക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. കയ്യിൽ വിടിവിപ്പാൻ ആരുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് സൻഖേരിയവും ആൾക്കാരും ചോദിക്കുന്നുണ്ട്. ആര് വിടിവിക്കുമെന്ന് ചോദിച്ചു. പക്ഷേ അവിടെ വിടിവിക്കുന്ന നമ്മുടെ കർത്താവിനെ നമുക്കവിടെ അവിടെ ദൈവപ്രവൃത്തി കാണുന്നുണ്ട്. 2 തെസ്സലോനിക്ക ലേഖനം അതിൻ്റെ ഒരു ഭാഗം കൂടി വായിച്ച് ഞാനിവിടെ സന്ദേശം അവസാനിപ്പിക്കും. 2 തെസ്സലോനിക്ക 3-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിച്ച് ഞാനിവിടെ സന്ദേശം അവസാനിപ്പിക്കാൻ താല്പര്യപ്പെട്ടു. 2 തെസ്സലോനിക്ക എഴുതിയ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം പുതിയ നിയമത്തിൽ പ്രകാരമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്, പൗലോസിന്റെ സുവിശേഷ ഘോഷണത്തിൽ അവൻ വല്ലാതെ ഭാരപ്പെട്ട് മുൻപോട്ട് പോകുന്ന സന്ദർഭങ്ങളിൽ ദൈവമായ കർത്താവ് അവനോട് കൂടിയിരുന്ന് അവനെ ഉപയോഗിച്ചതിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. 3-ാം അധ്യായം അവിടെ ഒരു സഹോദരന്മാരെ, കർത്താവിന്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപരിച്ച് മഹത്വപ്പെടുവാനും വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ഇന്ന് പകൽ സമയം ഈ ഉപവാസ പ്രാർത്ഥനയിൽ സന്ദേശം ദൈവം നമുക്ക് തരുന്നു. കർത്താവോ വിശ്വസ്തൻ, വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. അതിനർത്ഥം ദാവീദിനോട് കൂടെയുള്ള എല്ലാവർക്കും വിശ്വാസമില്ലായിരുന്നു. പക്ഷേ ദൈവം വിശ്വസ്തന. കുടുംബത്തിലുള്ള എല്ലാവർക്കും വിശ്വാസം കാണത്തില്ല കേട്ടോ. ഒരുപക്ഷെ ഇതിന്റെ ഭർത്താവ് വിശ്വാസമായിരിക്കത്തില്ലായിരിക്കാം, മക്കൾ വിശ്വാസമായിരിക്കത്തില്ല, ഒരുപക്ഷെ നമ്മുടെ അല്ലെങ്കിൽ തികഞ്ഞ വിശ്വാസമായിരിക്കത്തില്ലായിരിക്കാം. എന്നാൽ ദൈവമായ കർത്താവ് ദൈവത്തിന്റെ പ്രവൃത്തി മുഖാന്തരമായി ദൈവം വിശ്വസ്തനായതുകൊണ്ട് ദൈവപ്രവൃത്തി മുഖാന്തരമായി കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ഈ സന്ദേശം ദൈവാത്മാവ് ഞാൻ അറിയിക്കുകയാണ്. അവൻ കർത്താവോ വിശ്വസ്തൻ, അവൻ നമ്മളെ ഉറപ്പിക്കും, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളുമെന്നുള്ളത് ദൈവവചനമാണെങ്കിൽ, നാം വായിച്ചതുപോലെ കേട്ടതുപോലെ സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ ദൈവം ദാവീദിനെ അവന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തു സൂക്ഷിച്ചെങ്കിൽ, ദുഷ്ടന്മാരുടെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തു സൂക്ഷിച്ചെങ്കിൽ, പൗലോസ് പറയുകയാണ്, സുവിശേഷ നിമിത്തമായത് വേഗം വ്യാപരിച്ച് മഹത്വപ്പെടുന്നത് കൊണ്ട് വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യർ അവർക്കെതിരായി തിരുവനടയാക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്നതുകൊണ്ട്, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതുകൊണ്ട്, ദൈവിക കാര്യങ്ങളിൽ വ്യഗ്രത കാണിക്കുന്നതുകൊണ്ട്, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നാം ശുശ്രൂഷകളിൽ നാം ഇറങ്ങിത്തിരിക്കുന്ന മുഖാന്തരമായി ആഗ്രഹിക്കുന്നത് കൊണ്ട് അതിനെ തടസ്സമിടാൻ വേണ്ടി പല ശക്തികളും എഴുന്നേൽക്കുമ്പോൾ ഇന്ന് പകൽ ഉപവാസ പ്രാർത്ഥന നമുക്ക് ഒന്നിച്ച് ദൈവത്തോട് പറയാം. കർത്താവേ, നീ വിശ്വസ്തനാണ്, അങ്ങ് വിശ്വസ്തനാണ്. ഞങ്ങൾ പലപ്പോഴും അവിശ്വാസത്തിൽ തീർന്നിട്ടുണ്ട്, ഞങ്ങൾ പലപ്പോഴും പതറിപ്പോയിട്ടുണ്ട്, ഞങ്ങൾ പലപ്പോഴും തകർന്നു പോയിട്ടുണ്ട്, തീർന്നു പോയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലേ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ദൈവമേ, നിനക്ക് പ്രവർത്തിപ്പാൻ കഴിയത്തില്ലേ എന്ന് ഞങ്ങൾ അവിശ്വസിച്ചിട്ടുണ്ട്.
എല്ലാവർക്കും വിശ്വാസമില്ലല്ലോ, എല്ലാവർക്കും വിശ്വാസമില്ലല്ലോ. അതെ, എല്ലാവർക്കും വിശ്വാസമില്ല. നമുക്കും പലപ്പോഴും വിശ്വാസം ചോർന്നു പോയിട്ടുണ്ട്. പിടിച്ചു നിന്ന സന്ദർഭങ്ങളിൽ പരിധി വിട്ട് കഴിയുമ്പോൾ വിശ്വാസം ചോർന്നു പോയി ചോദ്യം ചോദിച്ചിരിക്കുന്ന ജീവിതമേ. ഇന്ന് പകർച്ചൻ ദൈവാത്മ നമ്മോട് പറയുകയാണ്, എല്ലാവർക്കും വിശ്വാസമില്ലെങ്കിലും നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അവൻ വിശ്വസ്തനായതുകൊണ്ടാണ് നിലനിൽക്കുന്നത്. അതേ, കർത്താവ് വിശ്വസ്തനായതുകൊണ്ട്, നമ്മുടെ വിശ്വാസത്തിന് തീക്ഷ്ണത കൊണ്ടും കഴിവ് കൊണ്ടല്ല, ദാവീദേ നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ പ്രാപ്തി കൊണ്ടല്ല, പക്ഷേ ദൈവത്തിന് ഒരുവനെ വേണമായിരുന്നു. ദൈവം അതുകൊണ്ട് അവനെ ശക്തി നിർത്തുവാൻ ഇടയാക്കുന്നു. ഈ കാലഘട്ടങ്ങളിലും ദൈവത്തിന് ചിലരെ ആവശ്യമുണ്ട്. സുവിശേഷം വ്യാപിപ്പിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവനാമത്തിന് സാക്ഷ്യം നിൽക്കുവാൻ ദൈവം ചിലരെ ആഗ്രഹിക്കുന്നു. ദൈവം ചിലരെ കണ്ടിരിക്കുന്നു. ഈ തലമുറയിൽ ദൈവം നമ്മളെ കണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പലപ്പോഴും തകർന്നു പോയിട്ടുണ്ട്. എല്ലാവരും ദൈവത്തോട് പറഞ്ഞിട്ട്, കർത്താവേ ഞങ്ങൾക്ക് വിശ്വാസം പലപ്പോഴും പോയിട്ടുണ്ട്, ഞങ്ങളുടെ വിശ്വാസം പലപ്പോഴും കർത്താവെ കുറഞ്ഞു പോയിട്ടുണ്ട്, അതെ ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കർത്താവെ. പ്രതിസന്ധി വന്നപ്പോൾ, പ്രശ്നങ്ങൾ വന്നപ്പോൾ, പ്രതികൂലങ്ങൾ വന്നപ്പോൾ കർത്താവെ ഞങ്ങളുടെ വിശ്വാസം പോയിട്ടുണ്ട്. എന്നാൽ കർത്താവ് പത്രോസ് പറഞ്ഞതുപോലെ നിന്റെ വിശ്വാസം പോകാതിരിക്കുവാൻ ഞാൻ ദുഷ്ടനെ നിന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല. ദുഷ്ടൻ നിന്നെ ഗോതമ്പ് പാറ്റേണ്ടതുപോലെ അവൻ അനുവാദം ചോദിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം പോകാതിരിക്കുവാൻ ഞാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല. അതേന്ന് പകർസമയം നമുക്ക് പറയാം, കർത്താവേ ഞങ്ങൾ വിശ്വാസികളെന്ന് പേരുണ്ടെങ്കിലും പലപ്പോഴും ഞങ്ങളുടെ വിശ്വാസം പോയിട്ടുണ്ട്. എത്ര വക സമർപ്പിക്കാൻ കഴിയും? എല്ലാ കലങ്ങളും ദൈവസ്ഥനിലേക്ക് ഉയർത്തിപ്പിടിച്ചാൽ ദൈവസ്ഥനിൽ സമർപ്പിക്കാൻ പോകുകയാണ്. നമുക്ക് പറയാം, കർത്താവേ ഞങ്ങൾ പലപ്പോഴും പലതും കേട്ടിട്ടുണ്ട്, ഞങ്ങൾ പാടിയിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞങ്ങൾ ആരാധിച്ചിട്ടുണ്ട്, പക്ഷേ പ്രതിസന്ധികൾ, ഒരുങ്ങൾ, വിഷയങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ വിശ്വാസം പോയിട്ടുണ്ട്. കർത്താവേ വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. ഈ 2025 കർത്താവേ ഈ 25-ാം തീയതി ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ വിശ്വാസം പോയ പല മേഖലകളുണ്ട് കർത്താവ്. ഞങ്ങൾ പ്രാർത്ഥിച്ച് സാധിക്കുമോ, വിടുതൽ കിട്ടുമോ, മാറ്റം വരുമോ എന്ന് നിങ്ങൾ വിചാരിച്ച വിഷയങ്ങളുണ്ട്. ഞങ്ങളോട് കരുണ തോന്നണമേ. നീ വിശ്വസ്തനാകിക്കൊണ്ട് ഞങ്ങളോട് കരുണ തോന്നണമേ. അതെ, ദൈവം വിശ്വസ്തനാണ്, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ശത്രുവിന്റെ കയ്യിലേൽപ്പിക്കാം, അവന്റെ കയ്യിലകപ്പെടാതെ വണ്ണം ദൈവം നമ്മളെ സൂക്ഷിച്ചു നിർത്തിയിരിക്കുന്നത്, നമ്മുടെ തലമുറകളെ സൂക്ഷിച്ചു നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ വിശ്വസ്തതയായതുകൊണ്ട് ഉപവാസ പ്രാർത്ഥനയിൽ കണ്ണുനീരോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവരും ദൈവസേനയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാൽ, കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഓർപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ഈ സന്ദേശം എന്ന് പകർച്ചമൻ ഞാൻ ആത്മാവിൽ അറിയിക്കുകയാണ്. അത് നമുക്ക് വചനം ഒരുമിച്ച് പറയാം. ദൈവമേ, ഞങ്ങളുടെ വിശ്വാസം പലപ്പോഴും പോയിട്ടുണ്ട്, ഞങ്ങൾ പതറിപ്പോയിട്ടുണ്ട്. എന്നാൽ അടുത്ത വചനം ഇങ്ങനെ പറയുന്നത്, കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിക്കും. നമ്മുടെ വിശ്വാസം പോകുമ്പോഴാണ് നാം പതറിപ്പോകുന്നത്, നമ്മൾ ഉറപ്പില്ലാത്തതായിത്തീരുന്നത്. എന്നാൽ നമ്മുടെ ദൈവം വിശ്വസ്തനായി നമ്മളെ ഉറപ്പിച്ച് നിർത്തി ദിവസങ്ങളിൽ ദുഷ്ടന്റെ കയ്യിലാകപ്പെടാതെ വണ്ണം ദൈവം കാത്തുകൊള്ളും എന്നുള്ള ദൂത് ആശ്വാസത്തിൻ്റെതാണ്, അനുഗ്രഹത്തിൻ്റെതാണ്, സന്തോഷത്തിൻ്റെയാണ്, വിടുതലിൻ്റെയാണ്. അതുകൊണ്ട് നമുക്ക് പറയാം, കർത്താവേ ഞങ്ങൾ വിശ്വാസികളെന്ന് പേരുണ്ടെങ്കിലും ഞങ്ങളുടെ വിശ്വാസം ചോർന്നു പോയിട്ടുണ്ട്, ഞങ്ങൾ പലപ്പോഴും നിരാശപ്പെട്ടു പോയിട്ടുണ്ട്, ഞങ്ങൾ പലപ്പോഴും വല്ലാതായി പോയിട്ടുണ്ട് കർത്താവേ. എന്നാൽ നിന്റെ വിശ്വസ്തതയാ ഞങ്ങളെ ദുഷ്ടന്റെ കയ്യിലാകപ്പെടുത്തരുത്. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ദേശത്ത് ഞങ്ങളെ നിന്ദരാക്കരുത്, ഞങ്ങളുടെ തലമുറകളെ കൈവിടരുത്. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. കർത്താവേ എല്ലാവരുടെ മുമ്പിൽ ചോദ്യജനമായി തിരുവാൻ സമ്മതിക്കരുത്. തലമുറ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ഇന്ന് വലിയൊരു വിടുതൽ നടക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. യഹോവ വിശ്വസ്തനാണ്, വിശ്വസ്തനാണ്, നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. ദാവീദിനെ അവന് ദുഷ്ടന്റെ കയ്യിൽ അവന്റെ കയ്യിലേക്ക് വയ്ക്കാതെ അവനെ വിടുവിച്ചെങ്കിൽ നമ്മൾ ഈ ദുഷ്ടന്റെ കയ്യിലകപ്പെടാതെ വണ്ണം ദൈവം നമ്മളെ സൂക്ഷിക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതെ, ശത്രു അടുത്ത് വരുമ്പോൾ അവനെ അകറ്റിവിടുന്ന ദൈവം, ശത്രു യാത്രയെ മുടക്കുന്ന ദൈവം ഇന്ന് ഈ പകൽ സമയത്തും നമ്മോട് സംസാരിച്ചല്ലോ. ദുഷ്ടന്റെ കയ്യിലകപ്പെടാതെ വണ്ണം നമ്മെ കാത്തുപരിപാലിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യാം. അവന്റെ വിശ്വസ്തയുടെ കരങ്ങളിൽ നമ്മളെ, നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും വഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. ദൈവമായ കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും ധാരാളമായി